സമർപ്പിക്കുക. വിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥയിലൂടെ ദൈവാനുഗ്രഹം നമ്മളിലേക്ക് ചെന്നു ചേരപ്പെടുന്ന സമയമാണ്. നമ്മളിലേക്ക് വർഷിക്കപ്പെടുന്ന സമയം. വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ വ്യാപരിക്കാം. ദൈവസാന്നിധ്യം കൊണ്ട് നിറയപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് ദാഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കാം. എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കപ്പെടും. തീക്ഷ്ണമായിട്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധി നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥയിലൂടെ വലിയ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എല്ലാം വ്യാപരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എല്ലാവരും കരങ്ങളെ പൂർണ്ണമായിട്ട് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സ്വരം ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിക്കുക. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിക്കുന്ന അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാ മക്കളുടെ മേലും നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് കരമടിച്ച് പാടി പ്രാർത്ഥിക്കും. ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കുന്നു. വരണ്ടു പറ്റിയ ഹൃദയത്തിൽ പുതുജീവൻ നിറയുന്നു. കുളിർത്തന്നലായി എന്നകതാരീതിൽ പുതുജീവൻ തരും ദൈവ സാന്നിധ്യമേ. ൃഹയേ നീ കാറ്റായി വാ, ൃഹയേ നീ നാവായി വാ, ൃഹയേവൻ പ്രാവായി വാ, ൃഹ എന്നിൽ നീ നിറവായി വാ, ൃഹയേ നീ കാറ്റായി വാ, ൃഹയേ നീ നാവായി വാ, ൃഹയേവൻ പ്രാവായി വാ, ൃഹ എന്നിൽ നീ നിറവായി വാ. മാതാവിനോട് ചേർന്ന് വലിയ വിശ്വാസത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആദിമസഭ പ്രകാരം ദൈവത്തെ ആരാധിച്ചോ സിഹിയോൻ മാളിക മുറിയിലും പ്രകാരം നമുക്കും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. കർത്താവിന്റെ സാന്നിധ്യവും ശക്തിയും ദൈവജനത്തിന്റെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. അത് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റ വിളി ഈശോയേ എന്നൊന്ന് വിളിക്കാം. വിശ്വാസത്തോടെ ഈശോയേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ കരമടിച്ച് പാടാം. ആദിയിലെപ്പോൾ പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. ആദിയിലെപ്പോൾ പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. സ്തുതിപ്പിന്റെ വരമിന്നെന്നിൽ നിറഞ്ഞു കവിയുന്നു. പാപാന്ധകാരമെല്ലാം നീങ്ങിപ്പോകുന്നു. സഹിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിനാവുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. സഹിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിനാവുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. ൃഹയേ നീ കാറ്റായി വാ, ൃഹയേ നീ നാവായി വാ, ൃഹയേവൻ പ്രാവായി വാ, ൃഹ എന്നിൽ നീ നിറവായി വാ, ൃഹയേ നീ കാറ്റായി വാ, ൃഹയേ നീ നാവായി വാ, ൃഹയേവൻ പ്രാവായി വാ, ൃഹ എന്നിൽ നീ നിറവായി വാ.
ഭക്തിയോടെ വലിയ ദാഹത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ഗർഭഛിദ്രമോ വന്ധ്യോ ദേശത്തുണ്ടാവുകയില്ല. ദീർഘായുസ് നൽകി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട്. പുറപ്പാട് 23-24 തിരുവചനത്തിലൂടെ കരങ്ങളൊന്ന് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് തിരുവചനത്തിന്റെ സാന്നിധ്യവും ശക്തിയും ദൈവസാന്നിധ്യം നമ്മൾ വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി നന്നായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കാം. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സ്വന്തമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. യേശുനാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ശരീരത്തിന്റെ മേൽ, മനസ്സിന്റെ മേൽ, ആത്മാവിന്റെ മേൽ, ജീവന്റെ മേൽ, ജീവിതത്തിന്റെ മേൽ കുടിയിരുന്നുകൊണ്ട് ദൈവജനത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന സകല തിന്മയുടെ സ്വാധീനങ്ങൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ബന്ധിക്കപ്പെടുന്നു, ബഹിഷ്കരിക്കപ്പെടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ദൈവശക്തി ശരീരത്തിൽ വ്യാപരിക്കപ്പെടട്ടെ, ദൈവശക്തി ശരീരത്തിൽ വെളിപ്പെടട്ടെ. രോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ. മനസ്സിന്റെ മേൽ കർത്താവിന്റെ സാന്നിധ്യവും ശക്തിയും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരം ഉയർത്തി നന്നായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? വീണ്ടും പാടി പ്രാർത്ഥിക്കാം. ശക്തി വ്യാപരിക്കപ്പെടട്ടെ. എല്ലാ തിന്മയിൽ നിന്നും നമ്മുടെ അകന്നു പോകട്ടെ. നമ്മുടെ എല്ലാം നന്മ നിറയട്ടെ, ദൈവസാന്നിധ്യം നിറയട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. ഭയന്ന് വിറച്ച ശ്രീഹന്മാരെ ശക്തനാക്കിയവൻ, ലോകം മുഴുവൻ സാക്ഷ്യം നൽകാൻ കൃപയം നേകിയപ്പോൾ. ഭയന്ന് വിറച്ച ശ്രീഹന്മാരെ ശക്തനാക്കിയവൻ, ലോകം മുഴുവൻ സാക്ഷ്യം നൽകാൻ കൃപയം നേകിയപ്പോൾ. എന്നിലെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, വരദാന വരങ്ങളാലെ ശോഭിതമാക്കണമേ. ഓരേബ് മാമലമേലെ ഉൾപ്പടപ്പിന്റെ ഉള്ളിൽ എരിയുന്ന തീക്കനലായി കത്തിജ്വലിച്ചവനേ. ഓരേബ് മാമലമേലെ ഉൾപ്പടപ്പിന്റെ ഉള്ളിൽ എരിയുന്ന തീക്കനലായി കത്തിജ്വലിച്ചവനേ. റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, എന്നിൽ നീ നിറവായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹായെന്നിൽ നീ നിറവായി വാ, റുഹായെന്നിൽ നീ നിറയായി വാ, റുഹായെന്നിൽ നീ നിറവായി വാ, റുഹായെന്നിൽ നീ കൃപയായി വാ, റുഹായെന്നിൽ നീ നിറവായി വാ, റുഹായെന്നിൽ നീ കൃപയായി വാ, റുഹായെന്നിൽ നീ നിറവായി വാ, റുഹായെന്നിൽ നീ കൃപയായി വാ. ഹല്ലേലൂയ, 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 ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ, കണ്ണുകൾ അടയ്ക്കാം. നീതിമാനായ യോസേപ്പ്, ദൈവവചനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച യോസേപ്പ് അപ്രകാരം വ്യാപരിച്ചപ്പോൾ നീതിമാനായി മാറി. ദൈവവചനം കേട്ട് ദൈവവചനം അനുസരിച്ച് സ്വപ്നത്തിലൂടെ ലഭിച്ച ദൈവത്തിൻ്റെ ആ സന്ദേശത്തെ സ്വീകരിച്ചുകൊണ്ട് മറിയത്തെ ഭാര്യയായി സ്വീകരിച്ച വിശുദ്ധ യോസേപ്പ് പിതാവ് ആ നീതിയുടെ മാർഗങ്ങളിലൂടെ വ്യാപരിച്ചതുപോലെ പൂർവ്വ ജോസഫിനെ പോലെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും പാപങ്ങളിൽ നകന്നു നിന്ന് ദൈവവചനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച പൂർവ്വ ജോസഫ്, ആ ജോസഫിൻ്റെ മാതൃകയിലേക്ക്, ആ ജോസഫിൻ്റെ വഴികളിലേക്ക് നമുക്ക് ചേർന്ന് നിന്നുകൊണ്ട് സഹനത്തിൻ്റെ വഴികളിലും ദൈവത്തിൻ്റെ മഹത്വത്തെ സ്വീകരിച്ച ജോസഫ് നീതിമാനായി മാറുകയാണ്. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ നീതിയുടെ വഴിയിലൂടെ വ്യാപരിക്കുവാൻ തടസ്സം നിൽക്കുന്ന പാപത്തിൻ്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കപ്പെടുവാൻ, ഉന്മൂലനം ചെയ്യപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ മോചിപ്പിച്ചു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും അനീതി പ്രവർത്തിക്കുവാൻ പ്രേരണ തരുന്ന ദുഷ്ടാരൂപികൾ, പൈശാചിക ശക്തികൾ, അവയിൽ നിന്നെല്ലാം പരിപൂർണ മോചനം ലഭിക്കപ്പെടുവാൻ നമുക്ക് ദിവസങ്ങളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. നീതിയോടെ വ്യാപരിക്കുവാൻ
നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, അനീതി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും അരൂപി, അനീതിയുടെ വഴികളിലേക്ക് ഞങ്ങളെ വലിച്ചിഴക്കുന്ന ഏതെങ്കിലും തിന്മയുടെ ആധിപത്യങ്ങൾ ഞങ്ങളുടെ മേലോ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലോ, ദേശത്തിന്റെ മേലോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെയോ ഞങ്ങളുടെ ആത്മീയ, ഭൗതിക, ശാരീരിക, സാമ്പത്തിക മേഖലകൾ തടസ്സപ്പെടുന്നുണ്ടെങ്കിലും ദിവസം തന്നെ നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. അವೆല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുവാൻ കർത്താവിന്റെ പരിശുദ്ധ രക്തമാണ് എല്ലാത്തിനെയും, എല്ലാ തിന്മകളെയും ഇല്ലാതെ ചെയ്ത ദൈവത്തിന്റെ രക്തം, യേശുവിന്റെ രക്തം. തിന്മയെ നന്മയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കാരുണ്യം. ആ കാരുണ്യത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. കാൽവരിയിലെ ആ വലിയ സ്നേഹത്തോട്, മരക്കുരിശിലും ശാപഗ്രസ്തമായ കുരിശിനെ മഹത്വത്തിന്റെ അടയാളമാക്കി മാറ്റിയ ദൈവത്തിന്റെ സാന്നിധ്യത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. സമാഗമ കൂടാരത്തിലേക്ക് ഇറങ്ങി വന്ന് ദൈവജനത്തോട് അപ്പം വസിച്ച ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഇസ്രായേൽ ജനത്തിന്റെ ദീനരോധനം കേട്ടുകൊണ്ട് ഹൊറേബ് മലയുടെ മുകളിൽ ഇറങ്ങി വന്ന് മോശയെ ശക്തിപ്പെടുത്തിയ ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ദൈവത്തെ അനുസരിക്കുവാനും ദൈവവചനത്തിൽ ജീവിക്കുവാനും വേണ്ടി 10 പ്രമാണങ്ങൾ നൽകുവാൻ സീനായി മലയുടെ മുകളിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. താബോർ മലയുടെ മുകളിലോ രൂപാന്തരപ്പെട്ടുകൊണ്ട് കർത്താവ് തന്റെ സാന്നിധ്യത്തിന്റെ സ്വർഗീയമായ സാന്നിധ്യം അപ്പസ്തോലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തുവെങ്കിലോ ആ സാന്നിധ്യത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഗാഗുൽത്താ മലയുടെ മുകളിലോ മരക്കുരിശിൽ കിടന്നുകൊണ്ട് മാനവകുലത്തിന്റെ പാപങ്ങൾ മുഴുവൻ മോചിപ്പിച്ചുകൊണ്ട് തന്റെ ശരീരരക്തങ്ങൾ ഭക്ഷണപാനീയമായി നൽകുവാൻ കാൽവരിയുടെ നെറുകയില് മരക്കുരിശിൽ ബലിയായി തീർന്ന തമ്പുരാന്റെ അനന്തമായ സ്നേഹത്തോട്, കാരുണ്യത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. സിഹിയോൻ ഒട്ടുശാലയെ സ്ഥാപിതമായ പരിശുദ്ധ കുർബാന, ആ കുർബാനയോട് ചേർന്ന് നിൽക്കാം. ഈ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന സകല ബലികളോടും ചേർത്ത് വെച്ചുകൊണ്ട്, ലോകം മുഴുവനും അർപ്പിക്കപ്പെട്ടിരിക്കുന്ന സകല ബലികളോടും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, ആ കാരുണ്യത്തിന്റെ ശക്തിയാല് ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ അന്ധകാര ശക്തികളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം ഞങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവജനം കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് മഹത്വപൂർണനായ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവജനത്തോടൊപ്പമായിരിക്കുവാൻ സഹിയോൻ ഒട്ടുശാലയിൽ പ്രാർത്ഥനാനിരതരായ അപ്പസ്തോലന്മാര് പ്രാർത്ഥനാനിരതരായിരുന്നപ്പോ അവരുടെ മേൽ ആത്മാവ് അവരുടെ സമ്മേളിച്ചിരുന്ന മാളികമുറിയിലേക്ക് വ്യാപരിക്കപ്പെട്ടതുപോലെ കർത്താവേ, അവിടുത്തെ മഹത്വത്തിന്റെ സാന്നിധ്യം അപ്പസ്തോലന്മാരുടെ ശരീരത്തിൽ വെളിപ്പെട്ടു നിന്നതുപോലെ കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ ഈ സമൂഹത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആ ദൈവ സാന്നിധ്യം ഹൊറേബ് മലയുടെ മുകളിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യത്തോട് ചേർന്നതുകൊണ്ട് താബോർ മലയുടെ മുകളിൽ രൂപാന്തരപ്പെട്ട യേശുവിന്റെ സാന്നിധ്യത്തോട്, സ്വർഗീയ സാന്നിധ്യത്തോട് ചേർന്നതുകൊണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിക്കാമോ? നന്നായിട്ട് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയപ്പെടട്ടെ, ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ശരീരത്തിന് മേൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്ന് ആവസിച്ചതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്വരമുയർത്തി 10 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ശാന്തമായിട്ട് നമുക്കിരിക്കാം. ദൈവവചനത്തിനായിട്ട് നമുക്ക് നമ്മുടെ കാതുകളെയും നമ്മുടെ ഹൃദയത്തെയൊക്കെ കർത്താവിന്റെ തിരുസന്നിധിയിൽ വിട്ടുകൊടുത്തുകൊണ്ട് വചനം ഗ്രഹിക്കുവാൻ തക്കവിധം ഹൃദയത്തെ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 39-ാം അധ്യായം 21-ാം തിരുവചനം. ജനതകളുടെ ഇടയിൽ ഞാൻ എൻ്റെ മഹത്വം സ്ഥാപിക്കും. ദൈവം പറയുക, ദൈവത്തിന്റെ മഹത്വം ദൈവജനത്തിന്റെ ഇടയിൽ ഞാൻ സ്ഥാപിക്കും. അതാണ് സഹിയോൻ ഒട്ടുശാലയിൽ സംഭവിച്ചത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു സമൂഹം ഒരുമിച്ച് കൂടി 120ഓളം പേര് ഒരുമിച്ചിരുന്ന് കൂടി ഒരുമിച്ച് ഏക മനസ്സോടെ ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്ന് ശരീരത്തിന്റെ മേൽ നിൽക്കുന്നതായിട്ട് പരസ്പരം കാണണം. ഇതാണ് ആഗ്രഹം. പരിശുദ്ധ അമ്മയ്ക്ക് അത് വ്യക്തമായിട്ട് അറിയാം. പരിശുദ്ധ അമ്മ ഈശോട് ദൂതനോട് ചോദിച്ചത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് വരുന്നു, അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ആവസിക്കപ്പെടുന്നു, മഹത്വം ഇറങ്ങി വരും. ആ മഹത്വം ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ആവസിക്കപ്പെടുമ്പോൾ അത് തിരുവചനമായിട്ട് മാറ്റപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹം എന്താ? ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്ന് നമ്മുടെ മേൽ നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവം കിട്ടണം, ദൈവാനുഭവം കിട്ടണം നമുക്ക്. അതിനുവേണ്ടിയുള്ള തീക്ഷ്ണമായ ആഗ്രഹം. ദൈവത്തിന്റെ മഹത്വം ഹൊറേബ് മലയിലെ ഈ ദൈവജനത്തിന്റെ പ്രത്യേകത എന്താ? അവരുടെ വേദന, കണ്ണുനീര്,
അവരുടെ കഷ്ടപ്പാട്, അവരുടെ ദുരിതങ്ങൾ എല്ലാം കാണുന്ന ഒരു ദൈവം അവർക്കുണ്ട്. ആര് ഹൃദയ പരമാർത്ഥതയോടെ ആര് പ്രാർത്ഥിച്ചു, ഏത് വംശത്തിൽപ്പെട്ടവനാണ്, ഏത് കുലത്തിൽപ്പെട്ടവനാണെങ്കിലും ആരാണെങ്കിലും ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകത എന്താ? അവന്റെ മേൽ അവന്റെ ദീനരോധനം കേട്ട് സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് അവനെ ആ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന ദൈവത്തിന്റെ അനന്തമായ ശക്തി, കൂടെ വസിക്കുന്ന ഒരു ദൈവം. സീനായി മലയുടെ മുകളിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യ സമാഗമ കൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ കൂടാരത്തിൽ വന്ന ഇസ്രായേൽ ജനത്തെ അവിടുന്ന് വഴി നടത്തുന്നുണ്ട്. കരമേർത്തി സ്തുതിക്കാമോ? ഹാലേലുയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ. ദൈവവചനത്തിന്റെ വലിയ അഭിഷേകം പെരുമഴ പോലെ പെയ്തിറങ്ങട്ടെ. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. പുറപ്പാടിന്റെ പുസ്തകം 40-ാം അധ്യായം 34 മുതൽ തിരുവചനം. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു, കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. ഇതിന്റെ പ്രത്യേകത എന്താ? കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോ അതെപ്പോഴും വരുന്നേ? കണ്ണുനീര്, ദീനരോധനം, നിലവിളി, പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുമ്പോ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്ന് ആ കൂടാരത്തിൽ മുഴുവനും ആവസിക്കപ്പെടും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് വരിക, ദൈവത്തിന്റെ മഹത്വം നമ്മളിലേക്ക് ഇറങ്ങി വന്ന് അത് കുറേ ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കും ഒരേ മനസ്സോടെ. എളുപ്പമുള്ളൊരു കാര്യമല്ല. ദൂരദേശത്തു നിന്ന് കടന്നു വന്നിരിക്കുന്ന മക്കളുണ്ട്. കർത്താവിന്റെ പരിശുദ്ധമായ, ഞാൻ ആളുകളോട് പറയും, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അവിടെ വരണേ, ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പറയും. ഒരു വിശുദ്ധ മന്ദിരത്തിലേക്കാണ് ദൈവം നിങ്ങളെ ക്ഷണിക്കുന്ന, ഒരു വിശുദ്ധ മന്ദിരത്തിലേക്ക്. വിശുദ്ധ ജാവറ പിതാവിന്റെ ഭൗതിക ശരീരം നിലകൊള്ളുന്ന വിശുദ്ധമായ ദേവാലയം, അതുപോലെ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന പരിശുദ്ധമായൊരു ദേവാലയം. ഈ ദേവാലയത്തിലേക്കാണ് ദൈവം ദൈവജനത്തെ ആകർഷിച്ച് കൊണ്ടുവന്ന് അവിടെ വെച്ച് ദൈവമായ കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈശോ ഈശോ എന്താ ചെയ്തത്? ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയല്ല ചെയ്ത്. ഈശോ ഗെത്സമനിൽ ഏറ്റവും സഹനത്തിന്റെ നിമിഷം, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും സഹനത്തിന്റെ നിമിഷം, നമ്മൾ വീട്ടിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അനുഗ്രഹം. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ വലിയൊരു കലഹം ഉണ്ടായി. അവിടെ വീട്ടിലുള്ളവര്, അവിടെയുള്ള സ്ത്രീകളൊക്കെ പുറത്തു പോകേണ്ട ഒരു ഗതികേടുണ്ടാവുക. അവിടെ ഒരു പയ്യന് അസ്വസ്ഥത ഉണ്ടാക്കി, കൊല്ലു എന്നൊക്കെയുള്ള ഒരു ഭീഷണി ഉണ്ടാക്കി. വളരെ അസ്വസ്ഥത ഉണ്ടായപ്പോൾ അവർ വീട് വിട്ട് അവർ പോയത് ദേവാലയത്തിലേക്ക് പോയേ. ദേവാലയത്തിന്റെ, ഞാനിന്നേരം അവരെന്നെ വിളിക്കുന്നുണ്ട് രാത്രിയിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാന്ന് ചോദിച്ചു. അവർ പറഞ്ഞേ, ദേവാലയത്തിന്റെ തിണ്ണയില് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കും, ഞങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങുന്നു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് നമ്മുടെ ഭവനത്തിലില്ലാത്ത ഒരു സുരക്ഷിതത്വം, ഒരു സംരക്ഷണം എവിടെയുണ്ട്? ദേവാലയത്തിലുണ്ട്. ഇവരെ കൊണ്ടുവന്ന ആരാ? പരിശുദ്ധാത്മാവാ. ആ ആത്മാവ് അവരെ കൊണ്ടുവന്നറിയോ? അതിനുശേഷം അവര് ഒരു ധ്യാനമന്ദിരത്തിൽ പോയി ധ്യാനിക്കാൻ പോയി. ബ്രദറെ, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി ധ്യാനിക്കാൻ പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന സ്ഥലത്തോട്ട് പോവാ, അടുത്ത ധ്യാനമന്ദിരത്തിലേക്ക് പോവാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവരടുത്ത ധ്യാനമന്ദിരത്തിൽ ചെന്ന് അവിടുന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ആ സഹോദരി പറഞ്ഞൊരു സന്ദേശം എന്തറിയോ? ആ മകൻ ശാന്തനായി ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം കേട്ട് ദൈവവചനത്തിനുള്ളിലായിരിക്കുമ്പോ ദൈവമായ കർത്താവ് അവിടെ എന്ത് സംഭവിക്കും? രൂപാന്തരീകരണം, മാറ്റം സംഭവിക്കും. ഈ സഹോദരി, രണ്ട് സഹോദരി, അമ്മയുടെ സഹോദരിയോ, ഇവർ രണ്ടുപേരും ഈ 2 ആഴ്ചക്കാലം ദൈവവചനം നിറകൊള്ളുന്ന പരിശുദ്ധമായ കൂടാരത്തിനുള്ളില് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ മഹത്വം അവരിൽ ഇറങ്ങി വന്നപ്പോ ആ സഹോദരൻ ശാന്തനായി കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? നമ്മൾ വിളിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? രക്ഷ പ്രാപിക്കും. ഈശോ എന്ന് വിളിക്കുമ്പോ രോഗങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, ഇല്ലായ്മകളിൽ നിന്ന് കർത്താവ് മോചനം. അവിടുത്തെ നാമം ആര് വിളിച്ചപേക്ഷിക്കുന്നു, ഏത് പ്രശ്നത്തിന്റെ പ്രതിസന്ധിയുടെ മുമ്പിലാണ് വ്യക്തി നിൽക്കുന്നത്, ആ പ്രശ്നത്തിൽ നിന്ന്, ആ പ്രതിസന്ധിയിൽ നിന്ന് ദൈവമായ കർത്താവ് അവനെ മോചിപ്പിച്ചിരിക്കും. അവിടുത്തെ നാമം, അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈശോ എന്ന് വിളിപ്പിക്കുന്നത്. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന രക്ഷ പ്രാപിക്കുന്ന വചനം രേഖപ്പെടുത്തിയിരിക്കുക. ദൈവവചനമാണ്. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചാൽ അവൻ രക്ഷപ്പെട്ടിരിക്കും.
അവിടെ നമ്മളെ പലപ്പോഴും നമ്മൾ പല പ്രാവശ്യം ഈശോ ഈശോ എന്ന് വിളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന്, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, അല്ല നമ്മളായിരിക്കുന്ന ആ ഒരു ഉയർച്ചയിലെത്തിയിട്ടുണ്ട്. ആ ഉയർച്ചയിൽ നിന്ന് വീണ്ടും വലിയൊരു ഉയർച്ചയിലേക്ക് ദൈവം ഉയർത്തുന്നത് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ കരങ്ങളൊന്നുയർത്തി നന്നായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ഒരു വ്യക്തിയിലേക്ക് മഹത്വം വന്നാൽ അവന്റെ ഭവനം, അവന്റെ കൃഷിയിടങ്ങള്, അവന്റെ അധ്വാന മേഖല, അവന്റെ മക്കള്, എല്ലാ മേഖലയിലും ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുമെന്ന് തിരുവചനത്തിലൂടെ, ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ മഹത്വം ഇറങ്ങി വരണം. ഈ സംഭവം സഹീയന്മാർ എങ്കിൽ നമ്മൾ പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഓരോ ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു പോവാ. മഹത്വം ഇറങ്ങി വരുവാൻ രണ്ട് കാര്യം: പരിശുദ്ധാത്മാവ് വരണം, ദൈവത്തിന്റെ മഹത്വം നമ്മളിലേക്ക് ഇറങ്ങി വന്നാൽ ഈ വചനങ്ങളെല്ലാം നമ്മളിൽ നിറവേറും. ഈ വചനം ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വചനങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗത്തിന്റെ മേല് ദൈവത്തിന്റെ വചനം നിറവേറിയിരിക്കും. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈസ്റ്റർ കഴിയുമ്പോൾ തീർന്നു നമ്മുടെ ആത്മീയത. ഈസ്റ്റർ കഴിയുമ്പോൾ ശുഷ്കിച്ചു പോവും. പിന്നെ നമ്മൾ കല്യാണമായി, പിന്നെ ആദ്യ കുർബാനയായി, ഇങ്ങനെ പല കാര്യങ്ങൾ ആഘോഷങ്ങളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ആത്മീയത മങ്ങിപ്പോകുന്നുണ്ടോ എന്ന് ഒന്ന് ശോധന ചെയ്യേണ്ട കാര്യമാണ്, പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ആത്മീയത കുറയുന്നുണ്ടോ? ഒരു പയ്യന് വടക്കേണ്ടിയിൽ ജോലി ചെയ്യുന്നൊരു പയ്യനാ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അവൻ്റെ സങ്കടം അതാ. എനിക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, ബലിയർപ്പിക്കുമ്പോൾ തീഷ്ണതയോടൊന്ന് ബലിയർപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? അവന് മനസ്സിലായി അവൻ്റെ ആത്മീയതയിൽ എവിടെയോ കോട്ട സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? ആത്മീയത കുറഞ്ഞു പോകുന്നപ്പോൾ ഭൗതിക കാര്യങ്ങളിൽ ഞാനും നിങ്ങളും വ്യാപൃതരാകുമ്പോഴാണ് ഇവിടെ നമ്മുടെ ആത്മീയത കുറഞ്ഞു പോകുന്നത്. പലപ്പോഴും നമുക്ക് കാണാം, നോയമ്പ് കഴിഞ്ഞ് അതുവരെ നല്ല ആത്മീയത കയറി വരും, അത് കഴിഞ്ഞൊരു ആത്മീയത കുറഞ്ഞു പോകും. അത് വീണ്ടും പ്രശ്നങ്ങളാവും. വീണ്ടും കർത്താവ് വീണ്ടും ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ വേണ്ടി വീണ്ടും ജനം കടന്നു വരുന്നത്. ഈ ആത്മീയത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ തീഷ്ണതയോടെ ആയിരിക്കും നല്ലതാ. ചിലർ പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോവാ, പിന്നെ വരാറില്ല. ഒരു പോക്ക് പോയാൽ വർഷങ്ങളായിട്ട് വന്നിരിക്കുന്ന ഒരു സഹോദരൻ ഒരു 5-6 ആഴ്ചയായിട്ട് എന്നെ വിളിക്കും, ബ്രദറെ പ്രാർത്ഥിക്കണം, ചില കാരണങ്ങൾ കൊണ്ട്, ചില രോഗങ്ങൾ കൊണ്ട് എനിക്ക് ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധ്യമാകുന്നില്ല. യോനാ പ്രവാചകന്റെ പോലെ. യോനാ പ്രവാചകൻ ദൈവം പറഞ്ഞത് കേൾക്കാതെ തന്നിഷ്ടപ്രകാരം പോയി. ആ തന്നിഷ്ടപ്രകാരം പോയപ്പോൾ ആത്മീയത എന്ത് ശേഷി ശോഷണം സംഭവിച്ചു, ആത്മീയത കുറഞ്ഞുപോയി. ആത്മീയതയെ വർദ്ധിപ്പിക്കണമെങ്കിൽ സഹനത്തിന്റെ വഴിയിലൂടെ അയക്കുമ്പോൾ ആത്മീയത വർദ്ധിക്കാൻ തുടങ്ങി. മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്ന് യോനാ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആയിരിക്കുന്ന അവസ്ഥയിൽ, രോഗമായിരിക്കുന്ന അവസ്ഥയിൽ, അല്ലെ തകർച്ചയിലായിരിക്കുന്ന അവസ്ഥയിൽ, ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിൽക്കുന്ന സമയത്ത് ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും. ചില വലിയ പ്രതിസന്ധികൾ കടന്നു പോകുന്ന ആളുകളുണ്ട്, വലിയ പ്രശ്നങ്ങളിലൂടെ. ജയിലിലേക്കൊക്കെ പോകാനായിട്ട് താൻ ചെയ്ത തെറ്റുകൊണ്ടായിരിക്കണമെന്നില്ല, എന്തൊക്കെയോ കാലക്കേടെന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞതുപോലെ ജയിലിലേക്ക്. എന്നൊരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞ് ജയിലിലേക്ക് ചിലപ്പോൾ പോകേണ്ട അവസ്ഥ വന്നിരിക്കുക. വലിയൊരു തെറ്റിയിട്ടൊന്നും അല്ല, ചില സാമ്പത്തിക ഇടപാടിൽ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയി. അപ്പോൾ അത് ആ അപ്പുറത്ത് നിൽക്കുന്ന ആ മനുഷ്യന്റെ മാനസാന്തരത്തിന് വേണ്ടി ഈ വ്യക്തിയുടെ ഒന്ന് ഇല്ലായ്മയിലേക്കായി പോയി വ്യക്തി. ഇവിടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇല്ലായ്മകളുണ്ട്, കുറവുകളുണ്ട്. പക്ഷെ ധനവാനാകുമ്പോൾ, സമ്പത്ത് വർദ്ധിക്കപ്പെടുമ്പോൾ നമ്മുടെ ഇല്ലായ്മയുടെ ഒരു കാലഘട്ടം പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളോട് ആരെങ്കിലും കടം മേടിച്ചാൽ അവരെ നമ്മൾ ഉപദ്രവിക്കാനുള്ള സകല തന്ത്രങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഈ സമ്പത്ത് വർദ്ധിക്കപ്പെടുന്നതനുസരിച്ച് അഭിഷേകം കുറഞ്ഞു പോകും. ലോകത്തിന്റെ ആസക്തികളിലേക്ക്, മോഹങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ആ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചിലപ്പോൾ നമുക്ക് കുറഞ്ഞു പോകും. ആത്മീയത കുറഞ്ഞു പോവുക. ഇസ്രായേൽ ജനം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോഴാ അടിമത്തത്തിന്റെ ഭവനമായി ഈജിപ്തിലേക്ക് ഇസ്രായേൽ ജനം കടന്നു ചെന്നപ്പോൾ ദൈവമായ കർത്താവിനോട് അവർ പ്രാർത്ഥിച്ച പ്രതിസന്ധിയുടെ മധ്യത്തില്, ഇല്ലായ്മയുടെ മധ്യത്തില്, തകർച്ചയുടെ മധ്യത്തില്, വേദനയുടെ മധ്യത്തില്, കഷ്ടപ്പാടുകളുടെ മധ്യത്തില് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോ ദൈവമായ കർത്താവ് ഇറങ്ങി വന്ന് ഒരു മനുഷ്യനെ, പാവപ്പെട്ട മനുഷ്യനെ, ഒരു നല്ല മനുഷ്യനെ കർത്താവ് ശക്തിപ്പെടുത്തിക്കൊണ്ട്, മോശയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിനെ മോചിപ്പിക്കുവാനായിട്ട് ദൈവം പറഞ്ഞയക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് പലരെ പറഞ്ഞയക്കുന്നുണ്ട് ദൈവം.
നമ്മുടെ ദൈവമായ കർത്താവിന്റെ സന്നദ്ധയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടി ചില വ്യക്തികളെ കർത്താവ് അഭിഷേകം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം പറഞ്ഞയച്ച് അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നുണ്ട്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? മേഘം കൂടാരത്തുനിന്ന് ഉയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നു. അപ്പൊ മേഘം പോകുന്നതിന് പുറകെ അതാരാ? മേഘത്തിനുള്ളിൽ ആരാ? ദൈവ സാന്നിധ്യം. ഇവിടെ നമ്മൾക്ക് മുമ്പേ പോകുന്ന ഒരു ദൈവമുണ്ടെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായം 2 മുതൽ തിരുവചനത്തോട് പറഞ്ഞ നമുക്ക് മുമ്പേ പോകുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ പ്രത്യേകത എന്താ? തടസ്സങ്ങൾ മാറ്റുന്ന ഒരു ദൈവം, പ്രതിസന്ധികളെ ഇല്ലായ്മ ചെയ്യുന്ന ദൈവം, അന്ധകാരത്തിലെ നിധി എടുത്തു തരുന്ന ഒരു ദൈവം, രഹസ്യമായിരിക്കുന്ന ധനശേഖരത്തെ തുറന്നു തരുന്ന ഒരു ദൈവം. ആ ദൈവം നമുക്കുണ്ട് എന്ന് യെശയ്യാ പ്രവചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവം നമുക്ക് മുമ്പേ പോവുക, നമ്മുടെ വഴികള് തുറന്നു തരിക. ദൈവത്തിന്റെ പ്രത്യേകത, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടെ നമുക്ക് മുമ്പേ പോകുന്ന ഒരു ദൈവം. ആ ദൈവത്തെ കുറിച്ചാണ് പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഇത് വ്യക്തമാക്കി നമുക്ക് ശ്രദ്ധിക്കാം. മേഘം കൂടാരത്തിൽ ഉയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നു. മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്നത് വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. ദൈവ സാന്നിധ്യം നമുക്ക് മുമ്പേ. ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്നവരുണ്ട്, അത് ഒരു പ്രാർത്ഥിക്കുന്ന എന്താ? ഒരു അനുഗ്രഹമായിട്ട് പോകാനാണ് പ്രാർത്ഥിക്കേണ്ടത്, ഒരു അഭിഷേകമായിട്ട് പോകാനായിട്ട് പ്രാർത്ഥിക്കും. ഒരു ദൈവ സാന്നിധ്യം എനിക്ക് മുമ്പേ പോകണം. ആ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന ഒരു മകനായിട്ട് മകളായിട്ട് മാറ്റപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈശോ പോകുന്ന വഴി നമ്മൾ ചെന്ന് പോകുമ്പോൾ നമുക്കറിയാം അവരുടെ ജീവിതത്തിന്റെ തടസ്സങ്ങൾ മാറ്റി 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 കൊണ്ടുപോകുന്നു. ഒരു പെൺകുട്ടി ഇവിടുന്ന് വിദേശത്ത് പോയി, വർഷങ്ങൾക്ക് മുമ്പാ കാനഡയ്ക്ക് പോയി. അവിടെ ചെന്ന് പഠിച്ച് പഠനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ജോലി കിട്ടുന്നില്ല. ജോലി കിട്ടാതെ അവിടെ PR കിട്ടാതായി. തിരിച്ചു പോരേണ്ട ഒരു സമയം എടുത്തു. ഇപ്പൊ ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ. ഇപ്പൊ ടിക്കറ്റൊക്കെ എടുത്തു, തിരിച്ചു പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്തു. പോരാനായിട്ട് തുടങ്ങുക. പെട്ടിയെല്ലാം അടുക്കി വെച്ചു. ഫ്ലൈറ്റിൽ കയറി പോരേണ്ട സമയമായി. ആയിരിക്കുന്ന സ്ഥലത്തുനിന്ന് പുറപ്പെടാനായിട്ടുള്ള സമയമായ ആ സമയത്ത് ഈ അമ്മ കണ്ണുനീരോടെ വന്ന് ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആഴ്ചകൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവർ ചോദിക്കും, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല? എൻ്റെ മകള് ഇപ്പൊ പോരൂന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട അവള് പോരുന്നതിന് തൊട്ടു മുമ്പ്, ഒരു സെക്കൻഡ് മുമ്പ് അവളുടെ മൊബൈൽ ഫോണിൽ അവൾക്ക് ജോലി കിട്ടിയതായിട്ടുള്ള ആ മെസ്സേജ് വന്നു. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് മുമ്പേ പോകുന്ന ഒരു ദൈവം, തടസ്സങ്ങൾ മാറ്റുന്ന ഒരു ദൈവം, പ്രതിസന്ധികളെ നീക്കുന്ന ഒരു ദൈവം, അന്ധകാരത്തെ നിധി തുറന്നു തരുന്ന ഒരു ദൈവം, രഹസ്യമായിരിക്കുന്ന ധനശേഖരം തുറന്നു തരുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ പോകണം? സമാഗമ കൂടാരത്തിൽ നിന്ന് മേഘം ഉയരുമ്പോഴല്ലാതെ, ദൈവ സാന്നിധ്യം പുറപ്പെടുമ്പോഴല്ലാതെ ഒരിക്കലും ഇസ്രായേൽ ജനം പുറപ്പെട്ടിരുന്നില്ല എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് മുമ്പേ പോകുന്നു ആ ദൈവത്തെ നമുക്ക് കണ്ടെത്തേണ്ടത്. പ്രശ്നമില്ല, തടസ്സം മാറുക. ദൈവം പോകുമ്പോൾ തടസ്സങ്ങൾ, മലകൾ നിരപ്പാക്കപ്പെടും, കുന്നുകളും മലകളും ഒക്കെ നിരപ്പാക്കപ്പെടും, വളഞ്ഞ വഴികളൊക്കെ നുവർക്കപ്പെടും, നേരെയാക്കപ്പെടും. പരിപരുത്ത ഹൃദയങ്ങളൊക്കെ മൃദുല ഹൃദയമായിട്ട് മാറും. അത് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം. പരിപരുത്ത ഹൃദയോ, അവിടെ മാതാപിതാക്കളുടെ മല്ലടിച്ച്, അമ്മയെ പിടിച്ച്, അമ്മയുടെ അനിയത്തെ പിടിച്ച് കഴുത്ത് ഞെക്കി വേദനിപ്പിച്ച സമയം, അമ്മയോട് മറുതലിച്ച് അമ്മയെ തള്ളിയിട്ട സമയം, ഇതെല്ലാം അവരുടെ ജീവിതത്തിലുണ്ട്. അതിനെല്ലാം പരിഹാരം ദൈവത്തിന്റെ വചനമാണ്. അവർ വചന കൂടാരത്തിനുള്ളില് 2 ആഴ്ചത്തോളം ആയിരുന്നപ്പോ ആ മകന്റെ മേല് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോ അവൻ മാനസാന്തരപ്പെട്ടു. കരമേർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കൂടാരത്തിലായിരിക്കുക. മേഘസ്തംഭം ഉയരുമ്പോൾ, മേഘം ഉയർന്നില്ലെങ്കിൽ അത് ആ ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിന്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും അത് ദർശിച്ചിരുന്നു. പകല് വന്ന് നിൽക്കുക മേഘ സംഭവമായിട്ട്, തണലായിട്ട്. മരുഭൂമിയിലുള്ള യാത്രയാ. ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കുക. ദൈവത്തിന്റെ കരുതലാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. എത്രമാത്രം നമ്മളെ കരുതുന്ന ഒരു ദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ അവർ വാടിത്തളർന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. അവർക്ക് വിശപ്പുണ്ടാകുന്നുണ്ട്, അവർക്ക് ദാഹം ഉണ്ടാകുന്നുണ്ട്. അവിടെയെല്ലാം കർത്താവ് ദാഹം ശമിപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഇസ്രായേൽ ജനത്തിന്റെ മുന്നേ പോകുന്ന ഒരു ദൈവ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മുടെ ഇടയിലുണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ?
അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കപ്പെടട്ടെ, കർത്താവിൻ്റെ കരുണ ദൈവജനത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനത വഴി ഞാൻ എൻ്റെ മഹത്വം സ്ഥാപിക്കും. ഞാൻ നടപ്പാക്കിയ എൻ്റെ ന്യായവിധിയും അവിടെ മേൽ പതിച്ച് എൻ്റെ കരവും എല്ലാ ജനതകളും കാണും. തങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അന്നു മുതൽ ഇസ്രായേൽ ഭവനം അറിയും. മറ്റൊരു ദൈവമില്ല. യേശുവല്ലാതെ, ദൈവമല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോകത്തില്ല. കാരണം ദൈവത്തിൻ്റെ മഹത്വം അവിടെ മുമ്പിൽ വെളിപ്പെട്ടു. നമ്മുടെ മുമ്പിൽ നമ്മൾ അല്ലെങ്കിൽ എന്താ ഇത് അന്വേഷിക്കുമ്പോൾ ഇത് എന്തുകൊണ്ടാ ഈ പ്രശ്നം? എന്നാ പ്രശ്നം? ദൈവത്തെ വിളിക്കാത്തുള്ളൂ. സഹനം എന്തിനാ? ദൈവത്തെ വിളിക്കാൻ വേണ്ടി, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി. കുരിശുമരത്തോട് പീഡാസഹനത്തോട് ചേർക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും സഹനം കടന്നു വരുന്നത്. അതിനപ്പുറത്ത്, ഈ സഹനത്തിന്റെ അപ്പുറത്ത് മൂന്നാം നാളില് ഒരു കാര്യമുണ്ട്, ഉത്ഥാനമുണ്ട്. ആ ഉത്ഥാനത്തിലൂടെ നമ്മുടെ ജീവിതം മഹത്വീകരിക്കപ്പെട്ട് കഴിഞ്ഞു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കൂടെ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുക, കൂടെ വരുന്ന ദൈവത്തെ തിരിച്ചറിയുക. എത്ര ആളുകളുടെ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ പിന്നെ മറന്നു പോകും, പിന്നെ ഈ ദൈവത്തെ മറക്കും. സമൃദ്ധി വരുമ്പോൾ, ഇവിടുന്ന് പോകുമ്പോൾ, വിദേശത്തേക്ക് പോകുമ്പോൾ, ഇവിടുന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രശ്നം തീരുമ്പോൾ പിന്നെ ഇവരുടെ വെട്ടം പോലും ദൈവത്തിന് കാണാൻ പറ്റത്തില്ല. പിന്നെ ഇവർ ദൈവത്തിൻ്റെ കൂടാരത്തിനുള്ളിൽ ഇല്ല. അവർ പിന്നെ തീഷ്ണത അവർക്ക്. ഒരു ക്യാൻസർ രോഗി സുഖപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ബ്ലഡ് ക്യാൻസർ സുഖപ്പെട്ടെ, സാക്ഷ്യമായിട്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒരു സാക്ഷ്യവും ഇല്ല, ഒന്നും സംഭവിക്കത്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സൗഖ്യപ്പെട്ട് വീട്ടിലായിരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, ഞാൻ കുറച്ച് ആടുകളെ വളർത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. ഒന്നും ശോഭിച്ചില്ല. പിന്നീട് ചോദിച്ചു, കുറച്ച് വാഴ വെക്കട്ടെ എന്ന് ചോദിച്ചു. അതെല്ലാം പിണ്ടിപ്പോഴും വന്ന് വാഴയെല്ലാം നശിച്ചുപോയി. പിന്നീട് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയി. കാരണം ആ സൗഖ്യം കിട്ടിയ സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി. പിന്നെ ആ രോഗം വന്ന് വീണ്ടും അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി അദ്ദേഹം മരണം പ്രാപിച്ചു. വർഷങ്ങൾക്ക് ശേഷമോ ആ കിട്ടിയ മഹത്വം, ദൈവ സാന്നിധ്യം, ദൈവിക സൗഖ്യം, ദൈവിക സമാധാനം നഷ്ടപ്പെടുത്തി കളയാതെ ഈശോയോട് കൂടെ ആയിരിക്കും. ഉദ്ധാനം ചെയ്ത യേശുവിനോട് കൂടെ ആയിരിക്കുവാൻ. ഈ അഭിഷേകം കുറഞ്ഞു പോകും, ആത്മാവിൻ്റെ ശക്തി കുറയും. കാരണം എന്താ? പ്രാർത്ഥനയില്ലാതെ വരുമ്പോൾ, ലൗകികമായ ജീവിതങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ അഭിഷേകം കുറഞ്ഞു പോകും. ആ ആത്മീയ അഭിഷേകം കുറഞ്ഞു പോകുമ്പോൾ ദൈവം സഹനം പതുക്കെ സഹനം തരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും. ഞാൻ പലപ്പോഴും കാണുമ്പോൾ ഒത്തിരി പ്രശ്നമായിട്ട് വരുന്നവരോട് പ്രാർത്ഥിക്കാൻ പറയും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കുന്നത്, ദൈവം എങ്ങനെ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ സാധിക്കും? അപ്പൊ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ്, ചില വചനങ്ങൾ, ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. ആ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും, അല്ലെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആ പ്രശ്നം പൊടുന്നനവേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്ത് മാറ്റപ്പെടും. അപ്പൊ സഹായകനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സഹായം നമ്മളെ സഹായിക്കും. നമുക്ക് തരുന്ന മെസ്സേജ് പൗലോസ് പറയുന്നുണ്ട്, ഏത് ആത്മാവാന്ന് വിവേചിച്ചറിയണം. പരിശുദ്ധാത്മാവാണോ പറഞ്ഞു തരുന്നത്? അതോ ലോകത്തിൻ്റെ ആത്മാവാണോ? ദൈവത്തിൻ്റെ ആത്മാവാണോ? ലോകത്തിൻ്റെ ആത്മാവാണോ? ലോകത്തിൻ്റെ ആത്മാവ് ലോകത്തിൻ്റെ ലൗകികമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഇവിടെ നന്നായിട്ട് സൂക്ഷിച്ച് ജീവിക്കണം, നന്നായിട്ട് വചനമൊന്നും അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല, മരിച്ച കോഴിയൊക്കെ ചത്തു പോകുന്നല്ലോ, ആട് ചത്തു പോകുന്നല്ലോ, പശു ചത്തു പോകുന്നതിലൊക്കെ ഉള്ളു, ആത്മാവൊന്നും ഇല്ലെന്നേ എന്നൊക്കെ പറഞ്ഞ് കുറെ തെറ്റായ ബോധ്യങ്ങൾ പറഞ്ഞു തരും. ആ തെറ്റായ ബോധ്യങ്ങൾ, പ്രബോധനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളെ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരിക. ആ തെറ്റായ പ്രബോധനങ്ങളുടെ വഴിയുടെ സഞ്ചരിക്കരുത്. നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഏത് ആത്മാവാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണോ? ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് പ്രബോധനം തരുന്നതെങ്കിൽ അത് നേരായ വഴികളിലൂടെയാണ് ആത്മാവ് നിങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്നത്. അത് സഭയുടെ പ്രബോധനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടിരിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കൂടെ നിൽക്കുന്ന ദൈവം, കൂടെ വസിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ആയിരുന്ന ദൈവം, ആ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. കൂടെ വരുവാൻ, കൂടെ നടക്കുന്നൊരു അനുഭവം. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരോട് ഈശോ വചനം പറയുമ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടേയിരുന്നു. അപ്പം മുറിച്ച് ആശീർവദിച്ച് അവർക്ക് കൊടുത്തതിന് ശേഷം പിന്നീട് ഈശോയെ അവർ കാണുന്നില്ല, അനുഭവിക്കുക. ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നു. ഓരോ പരിശുദ്ധ കുർബാന സ്വീകരണവും ദൈവാനുഭവത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
നീതിമാനായ വിശുദ്ധ ഔസേപ്പ് പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നീതിയോടെ വ്യാപരിക്കുവാനുള്ള ദൈവിക കൃപ ചോദിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ നമുക്കൊന്ന് സ്തുതിച്ച് ആരാധിച്ചാലോ? കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാം. അഭിഷേകം നിറയട്ടെ. നന്നായിട്ട് പ്രാർത്ഥിച്ചു. നമുക്ക് നല്ല അവസരം കർത്താവ് നൽകിയിട്ടുണ്ട്. നന്നായിട്ട് സ്തുതിച്ച്, നന്നായിട്ട് സ്തുതിച്ച്. കെട്ടഴിയട്ടെ. നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞു പോട്ടെ. ശരീരത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോട്ടെ. മനസ്സിന്റെ അസ്വസ്ഥതകളെല്ലാം നീങ്ങിപ്പോട്ടെ. വർഷങ്ങളായിട്ടുള്ള തലവേദന കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. കരമുയർത്തി നന്നായിട്ട് സ്തുതിച്ച്. അഭിഷേകം നിറയട്ടെ. അസ്വസ്ഥതകളെ നീങ്ങിപ്പോട്ടെ. വർഷങ്ങളായിട്ടുള്ള ചില രോഗപീഠകൾ കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. സ്വരമുയർത്തി സ്തുതിക്കുന്നു. നന്നായിട്ട് സ്തുതിച്ച്. വർഷങ്ങളിലെ ചില പ്രശ്നങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ ഈശോ എടുത്തു മാറ്റുന്നുണ്ട്. കരമുയർത്തി സ്തുതിച്ച്. മഹത്വം വെളിപ്പെടട്ടെ. അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. അസ്വസ്ഥതകൾ നീങ്ങിപ്പോകട്ടെ. തെറ്റായ ബോധ്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയതലങ്ങളിൽ നിന്ന് നീക്കപ്പെടട്ടെ. യഥാർത്ഥ ബോധ്യം നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ. ദൈവികമായ സാന്നിധ്യം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. അപ്പോസ്തലന്മാർ നിറഞ്ഞതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിറയപ്പെടട്ടെ. കരമുയർത്തുന്നോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ച്. ചൂടിനെയൊക്കെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച അഭിഷേകം നിറയട്ടെ. അസ്വസ്ഥതകളെല്ലാം മേൽ കർത്താവിന്റെ കൃപ വ്യാപരിക്കപ്പെടുകയും എല്ലാ വേദനയുടെ മേലും ദൈവത്തിന്റെ മഹത്വം ഇത് വെളിപ്പെടുന്നുണ്ട്. വിശ്വാസത്തോടെ സ്തുതിച്ച്. വർഷങ്ങളായിട്ടുള്ള ചില കഴുത്തിലെ വേദനകളൊക്കെ ഈശോ സുഖപ്പെടുന്നുണ്ട്. വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച്. അഭിഷേകം നിറയട്ടെ. വർഷങ്ങളായിട്ടുള്ള ചില പ്രതിസന്ധിയുടെ മേൽ കർത്താവിന്റെ കരുണ വ്യാപരിക്കപ്പെടുന്നുണ്ട്. ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. നിനക്ക് മുമ്പേ പോകുന്ന ഒരു ദൈവത്തെ കർത്താവ് അനുഭവവേദ്യമാക്കുവാൻ കർത്താവ് കൃപ തരുന്നുണ്ട്. വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഈശോ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. ഒത്തിരി വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ കർത്താവ് പരിഹരിക്കുന്നുണ്ട്. ഒത്തിരി വർഷങ്ങളായിട്ടുള്ള കടബാധ്യതയുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നുണ്ട്. വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. അഭിഷേകം നിറയപ്പെടട്ടെ. തലമുറയുള്ള ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഈശോ എടുത്തു മാറ്റുന്നുണ്ട്. വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ. കർത്താവിന്റെ കൃപ ദൈവജനത്തിന്റെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. സകല ശക്തിയുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിക്കാമോ? സജീവനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ പൗരോഹിത്യ അധികാരത്തോട് ചേർന്നുകൊണ്ട്, സഭാപിതാവിന്റെ അധികാരത്തോട് ചേർന്നുകൊണ്ട്, മാർപ്പാപ്പയുടെ അധികാരത്തോട് ചേർന്നുകൊണ്ട്, പത്രോസിന് യേശു കൊടുത്ത അധികാരത്തോട് ചേർന്നുകൊണ്ട്, നസ്രാന യേശുവിന്റെ നാമത്തില് ക്ഷീണത്തിന്റെ, തളർച്ചയുടെ, അസ്വസ്ഥതയുടെ എല്ലാ അരുവികളെയും യേശുനാമത്തിന്റെ ശക്തിയാൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിച്ചിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? ദൈവകൃപ നിറഞ്ഞ ഈശോയെ എന്ന് വിളിക്കാമോ? സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ സമർപ്പണത്തിന്റെ സമയമാണ്. നമുക്ക് നമ്മുടെ കരങ്ങളിൽ എടുത്തുകൊണ്ട് ആ സമ്പത്തിനെ സമർപ്പിച്ചുകൊണ്ട് സാമ്പത്തിക മേഖലയിലുള്ള സകല പ്രതിസന്ധികളും, പ്രശ്നങ്ങളും, തടസ്സങ്ങളും എല്ലാം നീങ്ങിപ്പോകുവാനും അത് അനാവശ്യമായി ചെതറിപ്പോകുന്ന അവസ്ഥകൾ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ ഇതെല്ലാം എടുത്തു മാറ്റണേ ഈശോയെ. എല്ലാ പ്രതിസന്ധികളും, ചെതറിപ്പോകുന്ന സമ്പത്ത് ഭവനത്തിൽ കൊണ്ടുവരുമ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു പോവുക, ഒന്നും നിലനിൽക്കുന്നില്ല. കർത്താവെ നിലനിൽപ്പ് നൽകി, സാമ്പത്തിക മേഖലയിൽ വലിയ നിലനിൽപ്പ് നൽകിക്കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സർവശക്തിയോടുകൂടി ഒന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരം ഉയർത്തി സ്തുതിക്കുന്ന കർത്താവേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേല്, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മേല്, ഞങ്ങളുടെ യാചനയുടെ മേല് കർത്താവേ അവിടുത്തെ കാരുണ്യം വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന്റെ അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് അവിടെ സ്വതന്ത്രമാക്കിയ പോലെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് കൊണ്ടുവന്നതുപോലെ നല്ല കള്ളനെ കർത്താവെ പരദീസയിലേക്ക് അവിടുന്ന് പ്രവേശിപ്പിച്ചതുപോലെ കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ സാമ്പത്തിക മേഖലയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. ഈശോയെന്ന് വിളിച്ച് കണ്ണുനീരോടെ വിളിച്ച് യേശു നാമത്തില് സാമ്പത്തിക മേഖലയിൽ എല്ലാ തടസ്സങ്ങളെയും ബന്ധിക്കുന്നു, ബഹിഷ്കരിച്ചിരിക്കുന്നു. കരമുയർത്തുന്നു വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ ഈശോയെന്ന് വിളിക്കാമോ? സർവശക്തിയോടെ ഈശോയെന്ന് വിളിക്കാമോ? നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കും.
നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ചേർന്ന് പാടിക്കേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഈശോയെ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. ഈശോയെ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. കണ്ണുകളാൽ കാണുമേ, കണ്ണുകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനേ. കണ്ണുകളാൽ കാണുമേ, കണ്ണുകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനേ. സുന്ദര രൂപനേ, വന്ദിതനാഥനേ, മാറനാഥ മാറനാഥ. സുന്ദര രൂപനേ, വന്ദിതനാഥനേ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ദിവ്യകാരുണ്യ ഈശോ ജനമധ്യത്തിലേക്ക് കടന്നു വരിക, ഈശോ ആരാധിക്കാനായിട്ട്. ദൈവജനം ദൈവത്തെ ആരാധിക്കുന്ന മണിക്കൂർ. ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടുന്ന നിമിഷം, രോഗങ്ങളെല്ലാം നിർമാർജനം ചെയ്യപ്പെടുന്ന നിമിഷം, ഗർഭചിത്രമോ അന്ത്യദേശത്തുണ്ടാകാത്ത ഒരു നിമിഷം ദൈവാരാധന നിമിഷമാണ്. ദീർഘായുസ് ദൈവജനത്തിന് പ്രദാനം ചെയ്യുന്നത് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ, നമ്മളൊരു അനുഗ്രഹമായി തീരുവാൻ, ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ, കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, തിരുനാൾ ഒരു അനുഗ്രഹമായിട്ട് മാറുവാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ദൈവജനം മുഴുവൻ ഈ മലമുകളിലോ ഒരുമിച്ച് കൂടുവാൻ, 40 മണിക്കൂറുള്ള ആരാധനയിലോ ദൈവജനം തീക്ഷ്ണതയോടെ പഴയ തലമുറ ഒന്നു ചേർന്ന് ദൈവത്തെ ഈ ആലയത്തിൽ ആരാധിച്ചതുപോലെ സമൂഹം ഒരുമിച്ച് കൂടുവാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്വതന്ത്രമായിട്ട് ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി, ആ നല്ല നാളുകൾ വേഗം വരും. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി, ആ നല്ല നാളുകൾ വേഗം വരും.
സാരമില്ല ഈ സങ്കടങ്ങൾ ദൈവമേ മാറിപ്പോകും ഈ വേദനകൾ. ഈശോയിലേക്ക് നമുക്ക് നോക്കാം. ഉദ്ധിതനായ യേശുനാഥൻ കൂടെ വസിക്കുവാൻ, നമുക്ക് മുൻപേ പോകുവാൻ നമ്മളിലേക്ക് ഇറങ്ങി വന്ന ദാസനെ പോലെ നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം, കണ്ണുനീരൊപ്പിയെടുക്കുവാൻ തൻ്റെ ജനത്തിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ ശരീരത്തിൽ വസിച്ചുകൊണ്ട് അവരുടെ കണ്ണുനീരുകളെ കൊപ്പി ശേഖരിച്ചുകൊണ്ട് സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന തമ്പുരാന്റെ അനന്തമായ കാരുണ്യം. മക്കളെ പ്രാർത്ഥിച്ച് കണ്ണുനീരുകളെ കൊപ്പി ശേഖരിക്കുന്ന തമ്പുരാന്റെ സ്നേഹമാണ്. അലച്ചിലുകളെ 1, 2, 3 എന്ന് എണ്ണിക്കൊണ്ട് തന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ദൈവജനത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുനാഥൻ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് സ്വർഗം വിട്ട് ഇറങ്ങി വന്നിരിക്കുക, തന്റെ ജനത്തോടൊപ്പമായിരിക്കുവാൻ, കൂടെ വസിക്കുവാൻ കൂട്ടിന് വരുന്ന ഒരു തമ്പുരാൻ നമുക്കുണ്ട്. പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ഉദ്ധാനം ചെയ്ത യേശുനാഥൻ. പ്രാർത്ഥിച്ച് ഓരോ മക്കളും പ്രാർത്ഥിച്ച് ശരീരത്തിൽ വലിയ കുളിരനുഭവം കർത്താവ് തരുന്നുണ്ട്. വലിയ സ്നേഹത്തിന്റെ അഭിഷേകം കർത്താവ് ദൈവജനത്തിന് തരുന്നുണ്ട്. ഹൃദയതലങ്ങളിൽ നിന്ന് വലിയ ദുഃഖം ദൈവം എടുത്തു മാറ്റുന്നുണ്ട്. ഒത്തിരിയേറെ അസ്വസ്ഥകള് ശരീരത്തിൽ നിന്ന് ദൈവം എടുത്തു മാറ്റുന്നുണ്ട്. യേശു എടുത്തു മാറ്റുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈശോയെ എന്നെ ഒരു അനുഗ്രഹമാക്കണമേ, എന്നെ ഒരു സൗഖ്യം നിറഞ്ഞൊരു വ്യക്തിയാക്കി മാറ്റണമേ. കർത്താവെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു മകനാക്കി, മകളാക്കി എന്നെ മാറ്റണമേ. എന്റെ കണ്ണുനീര് അങ്ങ് കാണുന്നുണ്ടല്ലോ ദൈവമേ, അങ്ങ് കണ്ണുനീര് കൊപ്പി ശേഖരിക്കുന്നുണ്ടല്ലോ. ഞാൻ എത്രമാത്രം അലഞ്ഞാണ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നത്. എത്ര നാളുകളായിട്ട് ഞാൻ ഈ ദേവാലയത്തിലേക്ക്, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നൊരു വ്യക്തിയാണ്. എന്റെ കണ്ണുനീരിനെ കാണണമേ, എന്റെ അലച്ചിലുകളെ എണ്ണണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമൊന്ന് നീട്ടിപ്പിടിച്ച്, വിശ്വാസത്തോടെ കരമൊന്ന് നീട്ടിപ്പിടിച്ച് ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്, കണ്ണുനീരോടെ വിളിച്ച്, അഭിഷേകത്തോടെ വിളിച്ച്, മക്കള് സ്വരമേർത്ത് വിളിച്ച്, എന്റെ ജീവിതത്തിന്റെ ഭാരങ്ങളിലേക്ക്, എന്റെ ജീവിതത്തിന്റെ വേദനകളെ അറിയുന്ന ദൈവമേ, അതിൽ നിന്നെല്ലാം എന്നെ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുകയാണ്. എത്ര നാളുകളായിട്ട് ഈ പരിശുദ്ധമായ ആലയത്തിലേക്ക് കടന്നു വരുന്ന മകനാണ്, മകളാണ് ഞാൻ. ഈശോയെ എന്റെ വേദനകൾ അറിയണേ, എന്റെ കഷ്ടപ്പാടുകൾ അങ്ങ് അറിയുന്നു, എന്റെ ദീനരോധന അങ്ങയുടെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. സ്വർഗം വിട്ട് എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് എന്റെ ജീവിതത്തെ മഹത്വമാക്കി മാറ്റുന്ന തമ്പുരാന്റെ അനന്തമായ കാരുണ്യത്തെ ഒന്ന് വിളിച്ച്, മക്കളെ നീ കുടുംബാവിയാണെങ്കിൽ നിന്റെ കാരുണ്യത്തിൽ പങ്കുചേരുവാനായിട്ട് എന്നെ ക്ഷണിച്ച എന്റെ തമ്പുരാനെ ഒന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, അഭിഷേകത്തോടെ വിളിച്ച്, ആത്മാവിന്റെ നിറവിൽ വിളിക്കാമോ? കരയേണ്ട ദുഃഖത്താനുണ്ട്, കണ്ണുനീരെല്ലാം യേശു മാറ്റിയിടുമേ. കരയേണ്ട ദുഃഖത്താൽ കർത്തനുണ്ട്, കണ്ണുനീരെല്ലാം യേശു മാറ്റിയിടുമേ. സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം തന്നിടും, പ്രാർത്ഥന കേൾക്കുന്ന യേശുവുണ്ട്. സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം തന്നിടും, പ്രാർത്ഥന കേൾക്കുന്ന യേശുവുണ്ട്. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട്, സാരമില്ല ഈ സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ. സാരമില്ല ഈ സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. എല്ലാം മാറിപ്പോകും. കണ്ണുനീര്, ദുഃഖങ്ങള്, ആകുലത, നിരാശ, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ, ആരുമില്ല എന്നുള്ള തോന്നല്, ഇതെല്ലാം യേശു എടുത്തു മാറ്റിക്കൊണ്ട് ഞാൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത അതേ ദൈവം ഇതാ പരിശുദ്ധ കുർബാനയില് വിശ്വാസത്തോടെ വിളിക്കുന്നു. ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്, കരങ്ങൾ ഉയർത്തി വിളിച്ച് ദൈവ സാന്നിധ്യത്തെ സ്വീകരിക്കുന്നു. കരമുയർത്തി വിളി, ഈശോയെന്ന് വിളിക്കുന്നു, വിശ്വാസത്തോടെ വിളിക്കുന്നു.
ഏലിയാവിൻ ദൈവം കൂടെയുണ്ട്. ദൈവമേ, എന്നും എന്നെ കർത്തൻ പോറ്റിയിടുന്നു. ഏലിയാവിൻ ദൈവം കൂടെയുണ്ട്. എന്നും എന്നെ കർത്തൻ പോറ്റിയിടുന്നു. കാക്കയെ കൊണ്ടവൻ ഭക്ഷണമൊരുക്കി നിത്യമെന്നെ താതൻ പോറ്റിയിടുന്നു. കാക്കയെ കൊണ്ടവൻ ഭക്ഷണമൊരുക്കി നിത്യമെന്നെ താതൻ പോറ്റിയിടുന്നു. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് സാരമില്ല ഈ സങ്കടങ്ങൾ, മാറിപ്പോകും ഈ വേദനകൾ. എല്ലാവരും സാരമില്ല ഈ സങ്കടങ്ങൾ, മാറിപ്പോകും ഈ വേദനകൾ. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി, ആ നല്ല നാളുകൾ വേഗം വരും. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി, ആ നല്ല നാളുകൾ വേഗം വരും. ആരാധന ആരാധന ദൈവ ദൈവമേ, ആരാധന 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 യേശുവേ നാഥ, ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 39-ാം അധ്യായം 25 മുതലുള്ള തിരുവചനം. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ യാക്കോബിന്റെ ഭാഗധേയം പുനഃസ്ഥാപിക്കുകയും ഇസ്രായേൽ ഭവനത്തോട് മുഴുവൻ കാരുണ്യം കാണിക്കുകയും ചെയ്യും. എൻ്റെ പരിശുദ്ധ നാമത്തെ പ്രതി ഞാൻ അസൂയാലുവായിരിക്കും. ആരും ഭയപ്പെടുത്താനില്ലാത്ത സ്വദേശത്തേക്ക് സുരക്ഷിതമായി വസിക്കുമ്പോൾ എന്നോട് കാണിച്ച അവിശ്വസതയെക്കുറിച്ചുള്ള ലജ്ജ അവർ വിസ്മരിക്കും. ജനതകളിൽ നിന്ന് ഞാൻ അവരെ തിരികെ കൊണ്ടുവരികയും ശത്രു രാജ്യങ്ങളിൽ നിന്ന് അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. അങ്ങനെ അവരിലൂടെ അനേകം ജനതകളുടെ മുമ്പിൽ എൻ്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തും. അപ്പോൾ ഞാനാണ് തങ്ങളുടെ ദൈവമായ കർത്താവെന്ന് അവർ അറിയും. എന്തെന്നാൽ ഞാൻ അവരെ ജനതകളിൽ പ്രവാസത്തിനായി അയക്കുകയും തുടർന്ന് അവരെ സ്വദേശത്ത് തിരിച്ചുകൂട്ടുകയും ചെയ്തു. അവരിലാരെയും ജനതകളിൽ ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറക്കുകയില്ല. എന്തെന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിൻ്റെ മേൽ അയച്ചിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറക്കുകയില്ല. കർത്താവ് തരുന്ന വലിയൊരു ഉറപ്പാണ്. പുതിയ ഇസ്രായേലായ നമ്മളിൽ നിന്ന് കർത്താവ് ഒരിക്കലും മുഖം മറയ്ക്കുകയില്ല. എന്തെന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിൻ്റെ മേൽ അയച്ചിരിക്കുന്നു. ദൈവമായ കർത്താവാണ് അരുളിച്ചെയ്യുന്നത്. കർത്താവ് തൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് വർഷിച്ചു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇനി ഒരിക്കലും ദൈവം നമ്മളിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. ഇസ്രായേൽ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിക്കും. ജനതകളെ അവിടുന്ന് വർദ്ധിപ്പിക്കും. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി അവിടുന്ന് നമ്മളിൽ നിറവേറ്റുമെന്ന് അവിടുന്ന് ഉറപ്പു തരിക. ഒരിക്കലും ഞാൻ അവരിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിച്ച അഭിഷേകം നിറയട്ടെ. ശക്തി കേട്ട വചനത്തിന്റെ അഭിഷേകം ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. ആ വചനത്തിന്റെ അഭിഷേകത്തില് ദൈവജനം നിലകൊള്ളട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിക്കാമോ? ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറയ്ക്കുകയില്ല. എന്തെന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിന്മേൽ അയച്ചിരിക്കുന്നു. ദൈവമായ കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ചേർന്ന് കരമടിച്ച് വലിയ ആനന്ദത്തോടെ കർത്താവ് ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളിതൊന്നും മുഖം മറയ്ക്കത്തില്ല. അവിടുത്തെ ആത്മാവിനെ നമ്മളിലേക്ക് ഇതാ വർഷിച്ചിരിക്കുന്നുവെന്ന് അവിടെ നള്ളി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. തന്റെ പുത്രനിലൂടെ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ ജനത്തിന്റെ മേലും അവിടുന്ന് ജ്വലിപ്പിക്കുന്നു. കരമേർത്ത് ഒറ്റവിളി പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, കരമടിച്ചു പാടാം. അഭിഷേകമഴയായി പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, ചേർന്ന് പാടിക്കേ. അനുഗ്രഹ നദിയായി എന്നിലൊഴുകൂ പരിശുദ്ധാത്മാവേ, അഭിഷേകമഴയായി പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, അനുഗ്രഹ നദിയായി എന്നിലൊഴുകൂ പരിശുദ്ധാത്മാവേ, അഗ്നി നദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ, അഗ്നി നദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ, ആദിമനാളിലെ പോലെ കൊടിയ കാറ്റായി വീശണേ, ആദിമനാളിലെ പോലെ കൊടിയ കാറ്റായി. കരമുയർത്തിയടിച്ച് എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ, എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ, അന്നയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ, അന്നയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അഭിഷേകം, ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി തന്റെ ജനത്തിന്റെ മേൽ അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. ഇസ്രായേൽ ജനത്തെ കർത്താവ് കാണുകയാ, അറിയുകയാ. ആ വലിയ ദൈവാനുഭവ ഇസ്രായേൽ ജനത്തിന് ദൈവമായ കർത്താവ് കൊടുത്തുകൊണ്ട് തന്റെ സാന്നിധ്യത്തിന്റെ ശക്തി അവരുടെ ശരീരങ്ങളിൽ ദൈവം വെളിപ്പെടുത്തുന്നു എന്ന് രോഗശാന്തിയായി, അത്ഭുതങ്ങളായി, അടയാളങ്ങളായി, സമാധാനം പുനഃസ്ഥാപിച്ചുകൊണ്ട് ഈ സമൂഹത്തെ മുഴുവനും വിശുദ്ധ ഔസേപിതാവിന്റെ മധ്യസ്ഥയിൽ അനുഗ്രഹിക്കുന്നുവെന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി ഒറ്റ വിളിച്ചോയേ എന്ന് വിളിക്കുന്നു. വലിയ വിശ്വാസത്തോടെ വിളിക്കുന്നു. വലിയ അഭിഷേകത്തോടെ ഈശോയെ എന്ന് വിളിക്കുന്നു. കാറ്റിനെ ദൂതന്മാരാക്കിയിടണേ, വാഗ്ദത്ത സമയമല്ലോ. ചേർന്ന് പാടാമോ? ദാസന്മാരെ ജ്വാലയാക്കിയിടണേ, ആത്മാവിൻ സമയമല്ലോ. കാറ്റിനെ ദൂതന്മാരാക്കിയിടണേ, വാഗ്ദത്ത സമയമല്ലോ. ദാസന്മാരെ ജ്വാലയാക്കിയിടണേ, ആത്മാവിൻ സമയമല്ലോ. അസ്ഥി സൈന്യമാകും കാറ്റായി വാ, തേജസ്സായി വാ. അസ്ഥി സൈന്യമാകും കാറ്റായി വാ, തേജസ്സായി വാ. കരമുടി കത്തിയടിച്ച എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. ചേർന്ന് പാടിക്കേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ, അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ, അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, സകല ബന്ധനങ്ങൾ അഴിഞ്ഞു, സകല തടസ്സങ്ങളും നീങ്ങിപ്പോകുന്നു. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടുന്നു. സീനായി മലയുടെ മുകളിൽ ഇറങ്ങി വന്ന അതേ ദൈവത്തിന്റെ സാന്നിധ്യം ഹൊറേബ് മലയുടെ മുകളിൽ ഇറങ്ങി വന്ന് ഇസ്രായേലിന്റെ വേദന തിരിച്ചറിഞ്ഞ് മോശയെ ശക്തിപ്പെടുത്തിയ അതേ ദൈവ സാന്നിധ്യം ഈ ആലയത്തില്
കരങ്ങൾ ഉയർത്തി പിടിച്ച് വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താബോർ മലയുടെ മുകളില് രൂപാന്തരപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം ഇതാ ദൈവത്തിന്റെ ആലയത്തില് ഇതാ വെളിപ്പെട്ടിരിക്കുന്നു. കരമുയർത്തി ഒറ്റ വിളി ഈശോയേന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ ഈശോയേന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ ഈശോയേന്ന് വിളിക്കുന്നു. കണ്ണുനീരോടെ ഈശോയേന്ന് വിളിക്കുന്നു. കരമടിച്ച് പാടാം. നന്നായിട്ട് കരമടിച്ച് ശക്തിയായിട്ട് പാടിക്കും. സ്വരമുയർത്തി പാടിക്കും. സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ ഇറക്കണമേ. സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ ഇറക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. നന്നായിട്ട് പാടിക്കും. കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവരാണ്, കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്, കർത്താവിന്റെ സന്നദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന സമൂഹമാണ്. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ജനമാണ് ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. തന്റെ ജനത്തെ കർത്താവ് സകല രോഗങ്ങളിൽ നിന്ന്, സകല പീഡകളിൽ നിന്ന്, സകല തകർച്ചകളിൽ നിന്ന്, സകല അന്ധകാര ശക്തികളിൽ നിന്ന്, സകല പൈശാചിക പീഡകളിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ചുകൊണ്ട് തന്റെ ജനത്തിന്റെ മേല് ദൈവം തന്റെ മഹത്വം ഇറങ്ങി വന്ന് അവിടുന്ന് സാന്നിധ്യം നമ്മളിൽ ഇതാ വെളിപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അഗ്നിനാവുടെ രൂപത്തില് തങ്ങളുടെ ഓരോരുത്തരുടെ മേൽ നിൽക്കുന്നതായി അവർ പരസ്പരം കണ്ടുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിച്ചു എന്ന് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എങ്കിലോ അതേ സാന്നിധ്യം, അതേ ശക്തി ഇതാ ദൈവജനത്തിന്റെ മേൽ ഇതാ ഇറങ്ങി നിൽക്കുന്നു. കരമേറ്റ വിളി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. കരമടിച്ചു പാടാം. ധർമ്മനിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബു നിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. ശക്തിയോടെ ധർമ്മനിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബു നിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, 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 കരകളോ ആത്മനദിയായി ഒഴുകണമേ, ആത്മനദിയായി ഒഴുകണമേ, അഭിഷേകം നിറയുന്നു. ആത്മനദിയായി ഒഴുകണമേ, ഹൃദയത്തിൽ നിന്നോ ആത്മനദിയായി ഇരുജലവും തിരക്കവും തന്റെ ജനത്തിലേക്ക് വ്യാപരിക്കപ്പെടുന്നു. പാപക്കറകൾ കഴുകപ്പെടുന്നു, പാപബന്ധനങ്ങൾ അഴിയപ്പെടുന്നു, പൈശാചിക ബന്ധനങ്ങൾ അഴിയപ്പെടുന്നു, തകർച്ചകൾ നീങ്ങിപ്പോകുന്നു. യേശുവിന്റെ ശക്തി വെളിപ്പെടുന്നു.
യേശുവിന്റെ നാമം വെളിപ്പെടുന്നു, യേശുവിന്റെ ശക്തി വെളിപ്പെടുന്നു. പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ശക്തി ദൈവജനത്തിന്റെ മേൽ, അവരുടെ ശരീരങ്ങളുടെ മേൽ, അവരുടെ രോഗങ്ങളുടെ മേൽ, അവരുടെ പകർച്ചകളുടെ മേൽ, അവരുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഇതാ ശക്തി വെളിപ്പെടുന്നു. യേശു ശക്തി വെളിപ്പെടുന്നു. യേശുവിന്റെ ശക്തി ഇതാ ദൈവജനത്തിന്റെ മേൽ, തലമുറകളുടെ മേൽ കർത്താവിന്റെ കാരുണ്യം വ്യാപരിക്കപ്പെടുന്നു. ആ ശക്തിയിൽ അഭിഷേകം തരുന്നു. ദൈവശക്തിയിൽ ദൈവജനത്തെ അഭിഷേകം ചെയ്യുന്നു. കരമേർത്തി ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിച്ച് ജനം പ്രാർത്ഥിക്കുന്നു. യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അന്ധനായ ബർത്തിമേയുസ് വിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഈ സമൂഹം ദൈവത്തെ വിളിക്കുന്നു. ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നിറയുന്ന ശക്തിയിൽ അഭിഷേകം നിറയും, ദൈവശക്തിയിൽ അഭിഷേകം നിറയുക. വിശുദ്ധി കൊണ്ട് നമ്മളെ ദൈവം നിറയ്ക്കുക. അവിടുത്തെ വിശുദ്ധി നമ്മളിൽ നൽകുന്നു. ദൈവം തന്നെ വിശുദ്ധി കൊണ്ട് നമ്മളെ പൊതിയുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ദൈവജനം പ്രാർത്ഥിച്ച് ഈശോയോട് പ്രാർത്ഥിച്ച് നീതിമാനായ ഔസേപ്പിനെ പോലെ, ഔസേപ്പ് പിതാവിനെ പോലെ വ്യാപരിക്കുവാൻ. നീതിമാനായിരുന്നിട്ടും മറിയത്തെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചുവെങ്കിൽ സ്വർഗീയമായ സാന്നിധ്യവും ശക്തിയും യൗസേപ്പിൽ വെളിപ്പെട്ടപ്പോൾ ആ സാധ്യതകളെ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് മറിയത്തെ സ്വന്തം ഭാര്യയായിട്ട് ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് ഒപ്പമായിരുന്ന യൗസേപ്പ് പിതാവിൻ്റെ ആ സ്നേഹത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാം. ദൈവകൽപ്പനകളും പ്രമാണങ്ങളും ദൈവവചനങ്ങളും അനുസരിക്കുവാൻ, അത് ലംഘിക്കുവാനും സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ദൈവവചനത്തെ മുറുകെ പിടിച്ച് യൗസേപ്പ് പിതാവ് നീതിമാനായി മാറിയെങ്കിലോ, പ്രിയ ദൈവജനമേ, ആ വിശുദ്ധിയുടെ പരിമളം നമ്മളിലേക്ക് ഈ പരിശുദ്ധമായ ആലയത്തിൽ വ്യാപരിക്കപ്പെടുകയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നാമത്തിലുള്ള പരിശുദ്ധമായ ഈ മന്ദിരത്തിനുള്ളിൽ ദൈവജനം ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ആ വിശുദ്ധനിൽ നിറഞ്ഞു നിന്ന ആ പരിമളം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. വിശുദ്ധിയുടെ വലിയ അഭിഷേകം കരങ്ങളെന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ കുടുംബത്തെ ചേർത്ത് വെച്ചുകൊണ്ട്, കുടുംബാംഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട്, മക്കളെ ചേർത്ത് വെച്ചുകൊണ്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം യൗസേപ്പ് പിതാവ് എപ്രകാരം പൂർത്തീകരിച്ചോ അപ്രകാരം പൂർത്തീകരിക്കുവാനുള്ള വലിയ ദൈവിക കൃപ ഈ പരിശുദ്ധമായ മന്ദിരത്തിനുള്ളിൽ ദൈവം നമുക്ക് നൽകുന്നുണ്ട്, പ്രദാനം ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്ക് ദൈവം തരുന്നു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി കരമുയർത്തി വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? കരമടിക്കാം, ചേർന്ന് പാടാം. വലിയൊരു അഭിഷേകം ഉണ്ടാവുന്നു. യേശുനാഥന്റെ വാഗ്ദാനമേ, ദൈവിക ചൈതന്യമേ, യേശുനാഥന്റെ വാഗ്ദാനമേ, ദൈവിക ചൈതന്യമേ, ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ, ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖണമേ, ശക്തിയോടെ ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖണമേ. ഏലീഷായിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. ഏലിയായിൽ നിറഞ്ഞവനെ, ഏലീഷായിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ,
അഭിഷേകം ചെയ്തിടണേ. കരങ്ങൾ ഉയർത്തിയടിച്ച് ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖണമേ. ചേർന്ന് പാടാം. ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖണമേ. ശക്തിയിൽ അഭിഷേകം, ദൈവശക്തിയിൽ അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, യേശുവിൽ ദാസരിലേഖണമേ. ഹല്ലേലൂയ 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 പ്രാർത്ഥിക്കുന്നു. ദാവീദിന്റെ പുത്ര യേശുവേ, ഈ സമൂഹത്തോട് ഞങ്ങളോട് ഓരോരുത്തരോടും കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റ വിളി ഈശോയേ എന്ന് വിളിക്കുന്നു. സ്വരമുയർത്തി ഈശോയേ എന്ന് വിളിക്കുന്നു. കുട്ടുമ്പനാകാം. ഒരു സാക്ഷ്യം ശ്രദ്ധിക്കുക. എൻ്റെ പേര് നിഖിത. ഞാൻ അപ്പാഞ്ചിറയിൽ നിന്ന് വരുന്നു. ഞാൻ സാക്ഷിയിടുന്ന 4th ഇയർ റിസൾട്ടിനെ പറ്റിയാണ്. എനിക്ക് നല്ല പേടിയായിരുന്നു എക്സാമിൻ്റെ സമയത്ത്. അങ്ങനെ ഇവിടെ വന്ന് ആരാധന പരിശുദ്ധ കുർബാനയിലും ആരാധനയെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എക്സാം പാസ്സാവുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നഴ്സിംഗ് പരീക്ഷയിൽ റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കോടുകൂടി പാസ്സായി എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടും. നല്ല മാർക്കോടുകൂടി. എന്നെ ഒന്ന് ജയിപ്പിക്കണ പേടിയായിരുന്നു. തോറ്റുപോകുമോ എന്നുള്ള പേടിയായിരുന്നു. ഭയം ഉണ്ടായിരുന്നു. ഭയം വിട്ടുമാറി ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ. വചനം കേട്ടപ്പോൾ ഭയം വിട്ടുപോയി. പരീക്ഷയിൽ കർത്താവ് ഉന്നത വിജയം കൊടുത്ത് അനുഗ്രഹിച്ച് സമൃദ്ധി തരുന്നൊരു ദൈവം, അനുഗ്രഹം തരുന്നൊരു ദൈവം, പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവം. ഈ ദൈവത്തെ നമുക്ക് മുഖാമുഖം കാണാം. പരിശുദ്ധ കുർബാന അപ്പത്തുണ്ടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവം. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് വിശുദ്ധ തോമാശ്ലീഹായോട് പറഞ്ഞ അതേ യേശു തന്നെ നമ്മോട് പറയുക, കാണാതെ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ഭൂമിയിൽ ഭാഗ്യവാനും ഭാഗ്യവതിയോ. ഹൃദയത്തിൽ വിശ്വസിച്ച് ഈശോ പരിശുദ്ധ കുർബാനയിലുണ്ട്. കണ്ടവരെക്കാൾ ഭാഗ്യവാന്മാർ കാണാത്തവരാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തി. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ഈശോയെ, ആ സാന്നിധ്യവും സാമീപ്യം അനുഭവിച്ച് മരണം വരെയും ഈ ലോക ജീവിതം പൂർത്തീകരിക്കുന്നത് വരെ അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ, പരിശുദ്ധാത്മാഭിഷേകത്തിൽ ജീവിക്കുവാൻ കൃപതരണേ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത് 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. ഈശോ പ്രലോഭനത്തിൽ അകപ്പെടാതെ വചനത്താൽ സാത്താനെ ബഹിഷ്കരിച്ചുകൊണ്ട് ഇവിടുന്ന് പുറത്തു വന്ന വചനമായിട്ട് ആ വചനം ദൈവജനത്തോട് പ്രഘോഷിച്ചപ്പോൾ ദൈവജനത്തിനിടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. ഇവിടുത്തെ കരങ്ങളിലൂടെ വലിയ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും മരിച്ചവർ പോലും ഉയർത്തെഴുന്നേറ്റു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പക്ഷേ ഈശോയുടെ ഒറ്റ ആഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിൽ ആയിരിക്കുവാനാണ്. നമ്മളിൽ ഒന്നായിരിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അത് ഈശോ ആഗ്രഹിച്ചപ്പോഴാണ് ഗെത്സമൻ തോട്ടം ദൈവം കാണിച്ചു കൊടുത്തത്. ആ ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു പീഡാസഹനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ദൈവം ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ നിന്ന് ഇറങ്ങിച്ചെല്ലുമ്പോൾ സ്നേഹചുംബനത്താൽ തന്നെ ഒറ്റുകൊടുക്കുന്നത് കൂടെ നിന്നവനാണ്. സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്ന മെശിഹ പ്രധാന പുരോഹിതന്മാരുടെ മുമ്പിലും ജനമധ്യത്തിലും പീലാത്തോസിന്റെ അരമനയിലും ഹെരോദസിന്റെ കൊട്ടാരത്തിലൂടെ ഈശോ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ സങ്കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ള ഈശോ കടന്നു പോകുന്നത് എന്നെയും നിങ്ങളെയും കുർബാനയാക്കി മാറ്റുവാനാണ്. അവൻ ഒത്തിരി സഹിച്ചത് നമുക്ക് വേണ്ടിയാ, നമ്മളിൽ ആയിരിക്കുവാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് അവൻ ഒത്തിരിയേറെ സഹിക്കേണ്ടി വന്നത്. പ്രിയ ദൈവജനമേ, രോഗശാന്തി തരുമ്പോഴല്ല, കാനായിലെ കല്യാണ വിരുന്നിലെ വെള്ളം വീഞ്ഞാക്കിയപ്പോഴല്ല അവൻ സഹിക്കേണ്ടി വന്നത്. നമ്മളിൽ ഒരുവനായി തീരുവാൻ ആഗ്രഹിച്ചപ്പോൾ, നമ്മളിൽ വന്ന് നമ്മളിലായിരിക്കുവാൻ ആഗ്രഹിച്ചപ്പോഴാ യേശു ഒത്തിരിയേറെ സഹിക്കേണ്ടി വന്നത്. ആ യേശുവിനെയാണ് ഞാനും നിങ്ങളും മുട്ടുമേൽ നിന്ന് ആരാധിക്കുന്നത്. പെത്തോറിയത്തിലെ കൽത്തളത്തില് കെട്ടിയിട്ടുകൊണ്ട്
യേശുവിനെ നിർദാക്ഷിണ്യം ചൂങ്കിണ്ട കൊളുത്തുകൾ പോലുള്ള ഇരുമ്പാണി കൊണ്ട് യേശുവിനെ അടിക്കുമ്പോ ആ മാംസക്കഷ്ണങ്ങൾ ചിതറിക്കപ്പെടുമ്പോ അവൻ അപ്പമായി തീരുകയാ. എനിക്കും നിങ്ങൾക്കും ലോകം മുഴുവനുള്ള എല്ലാവരിലും അന്ന് വസിക്കുവാനുള്ള ആഗ്രഹമാണ് അവനെ സഹനത്തിന്റെ തീച്ചൂളയിലൂടെ കൊണ്ടുപോയത്. അവൻ അപ്പമായി തീരുവാൻ വേണ്ടിയാ. യേശുവിനെയാ നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്. അപ്പമായി തീർന്നവനെ ആരാധിക്കുക, അപ്പത്തിലായിരുന്നു കൊണ്ട് ആരാധിക്കുക, അപ്പത്തിലൂടെ നമ്മളിലേക്ക് വന്നവനെ ആരാധിക്കുക. കുരിശും വഹിച്ചുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുമ്പോ 3 പ്രാവശ്യം അവൻ കുരിശോടുകൂടി നിലത്ത് വീഴുന്നുണ്ടെങ്കിൽ അതിന് 3 കാരണങ്ങളുണ്ട്. ദൈവജനത്തിന്റെ ശരീരത്തിന്റെ പ്രവണത, ആഗ്രഹങ്ങള് അവൻ നിഹനിച്ചപ്പോ, ഏറ്റെടുത്തപ്പോ അവൻ കുരിശോടുകൂടി 1-ാം പ്രാവശ്യം നിലത്ത് വീഴുകയാണ്. മനുഷ്യന്റെ കണ്ണിന്റെ ആഗ്രഹങ്ങള്, കാണുന്നതെല്ലാം സ്വന്തമാക്കാനുള്ള ആഗ്രഹത്തെ അവൻ ഇല്ലായ്മ ചെയ്തപ്പോ, അവൻ ശരീരത്തിൽ ഏറ്റെടുത്തപ്പോ, അവൻ കുർബാനയായി തീരുവാനായിട്ട് അത് ഏറ്റെടുത്തപ്പോ, പ്രിയ ദൈവജനമേ, അവൻ 2-ാം പ്രാവശ്യം കുരിശോടുകൂടി നിലത്ത് വീഴുക. മനുഷ്യന്റെ അഹങ്കാരത്തെ, അഹന്തയെ അവൻ ഏറ്റെടുത്തപ്പോ അവന്റെ കൈകാലുകൾ വിറച്ചു. ഇനി മുന്നോട്ട് പോകുവാൻ സാധ്യമെന്ന് തോന്നാത്ത രീതിയിൽ അവന്റെ കൈകാലുകൾ കുഴഞ്ഞു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അവൻ 3-ാം പ്രാവശ്യം കുരിശോടുകൂടി നിലത്ത് വീണു. ഈശോയെ, മാനവകുലത്തിന്റെ മുഴുവൻ പാപഭാരവും പേറിക്കൊണ്ട് കാൽവരിയുടെ നെറുകയിലേക്ക് അവൻ നടന്നു നീങ്ങിയത് പൊടിഞ്ഞമർന്ന് ഒരപ്പമായി തീരുവാനാ. അവൻ ചക്കിലാട്ടിയെടുക്കുന്ന വീഞ്ഞായി മാറുവാനാണ് അവൻ കാൽവരിയുടെ നെറുകയില് വേദയുടെ മധ്യത്തിൽ അവൻ കടന്നത്. അവൻ കുർബാനയായിട്ട് മാറുവാനാ. ഈശോയെ, ആ കുർബാനയുടെ മുമ്പില്, ആ അപ്പത്തിന്റെ മുമ്പില് ഞാനും നിങ്ങളും മുട്ടുമേൽ നിന്നുകൊണ്ട് ആ ദൈവമായ കർത്താവിനെ ഞാനും നിങ്ങളും ആരാധിക്കുമ്പോ ആ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. മുട്ടുമേൽ നിന്ന് എല്ലാവരും മുട്ടുമേൽ നിന്ന് സഹനം ഏറ്റെടുത്തുകൊണ്ട് മുട്ടുമേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് എൻ്റെ രോഗങ്ങളെ, എൻ്റെ പീഡകളെ, എൻ്റെ തകർച്ചകളെ, എൻ്റെ ഇല്ലായ്മകളെ, എൻ്റെ ദാരിദ്ര്യത്തെ, എൻ്റെ പട്ടിണികളെ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ വസ്ത്രമില്ലാത്ത അവസ്ഥ പോലും അവൻ ഏറ്റെടുത്തപ്പോ അവൻ വിവസ്ത്രനായി കുരിശിൽ കടന്നുകൊണ്ട് ആ പാപത്തിന് പോലും പരിഹാര ബലി അർപ്പിച്ചുകൊണ്ട് അവൻ നമ്മളെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ശാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, പൈശാചിയുടെ അടിമത്തത്തിൽ നിന്ന് അവൻ സ്വതന്ത്രമാക്കിക്കൊണ്ട് അവൻ കുരിശിൽ കടന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഇവർ ചെയ്തതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തലചായ്ച്ച് ജീവൻ വിടിഞ്ഞപ്പോ ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ 2ആയി കീറി മാറ്റിപ്പെട്ടു. എങ്കിലോ ദൈവത്തിന്റെ മഹത്വം ദേവാലയത്തിൽ വെളിപ്പെട്ടു. മക്കളെ, കരമുയർത്തി പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം ഇതാ ദേവാലയത്തിൽ വെളിപ്പെട്ടു. കരമുയർത്തി വിളിക്കാമോ? ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, കണ്ണുനീരോടെ വിളിച്ച്, അനുതാപത്തോടെ വിളിച്ച് ദൈവത്തിന്റെ കൃപ ദൈവജനം സ്വീകരിക്കുന്നു. ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയേ, യേശു നീ, യേശു നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. യേശു നീ, യേശു നീ ചേർത്ത് പാടിക്കേ. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ചേർത്ത് പാടുന്നു. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. സ്വയം സ്തോത്രവും ദൈവമേ എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ സ്തുതിയും സ്തോത്രവും
എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ചേർന്ന് പാടുന്നു. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. അനുതാപത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നദ്ധയിൽ നമുക്ക് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കും. ആ കാരുണ്യം നമ്മളിൽ വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. മർത്തയോടും മറിയത്തോടും ചെയ്ത ആ വലിയ കാരുണ്യമാണ് ലാസർ പുറത്തു വന്നത്. ആ ലാസറിനോടും ദൈവം കരുണ കാണിച്ചു. സ്വയേ ഞങ്ങളോട് കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പാപിനിയായ സ്ത്രീയോട് ദൈവം എത്രമാത്രം കരുണ കാണിച്ചു എങ്കിൽ നമ്മുടെ ഓരോരുത്തരോടും ദൈവം എത്ര അധികമായി കാരുണ്യം കാണിക്കുന്നു. ആ കാരുണ്യത്തെ പ്രതി നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ചേർന്ന് ആരാധിക്കാം. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ശക്തിയോടെ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. യേശു മാത്രം കർത്താവെന്ന്. യേശു മാത്രം കർത്താവെന്ന്. വലിയ കാരുണ്യം വ്യാപരിക്കപ്പെടുന്നു. യേശുവേ മുട്ടുകൊണ്ടുകൊണ്ട് യേശുവേ 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 ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. സുഖപ്പെടുത്തുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥി. ഹാർട്ട് സംബന്ധമായ രോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണ വ്യാപരിക്കപ്പെടുന്നുണ്ട്. നട്ടലുള്ള വേദന, അതിൻ്റെ ആ വേദനയുടെ മേൽ കർത്താവിൻ്റെ കരുണ വ്യാപരിക്കപ്പെടുന്നുണ്ട്. ഉദര സംബന്ധമായ പീഡകൾ, ചെറുകുടലിൽ, വൻകുടലിൽ, അതുപോലെ ആമാശയത്തിൻ്റെ ഭിത്തികളിൽ ഒക്കെയുള്ള ചില രോഗാവസ്ഥകൾ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുന്നുണ്ട്. പാൻക്രിയാസിലുള്ള രോഗങ്ങൾ, കിഡ്നിയിലുള്ള ചില രോഗാവസ്ഥകൾ, വൻകുടലിൽ, ചെറുകുടലിലുള്ള ചില രോഗങ്ങൾ, അത് ചുരുങ്ങിപ്പോകുന്ന രോഗങ്ങൾ, ബ്രെയിൻ ചുരുങ്ങുന്ന രോഗങ്ങൾ, കർത്താവിൻ്റെ കരുണ ദൈവജനത്തിൻ്റെ മേൽ വ്യാപരിക്കപ്പെടുന്നുണ്ട്. നമുക്ക് പുള്ളിക്കലച്ഛനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛനെങ്കിൽ കടന്നു വരുന്ന സമയത്ത് പറഞ്ഞ് തലകർക്കോ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എന്ന് പറഞ്ഞ് നമുക്ക് അച്ഛനെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കാം. അച്ഛൻ നമ്മുടെ കൂടെയിൽ അച്ഛനെ തലകറങ്ങുന്നതുകൊണ്ട് റൂമിലായിരിക്കുക. നമുക്ക് അച്ഛനെ ഒന്ന് ഓർക്കാം. അച്ഛനെ ഈശോയുടെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കുക. ഒത്തിരി തീഷ്ണതയുള്ളൊരു വൈദികൻ, കുമ്പസാരിപ്പിക്കാനും ശുശ്രൂഷ ചെയ്യുവാനും ഒക്കെ ആഗ്രഹമുണ്ട് ഉള്ളിൽ. ചില രോഗങ്ങൾ അച്ഛനെ തടസ്സപ്പെടുത്തിയിരിക്കുക. നമുക്കതിൻ്റെ മേൽ കർത്താവിൻ്റെ അത്ഭുത ശക്തി വെളിപ്പെടാൻ വേണ്ടി നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ വ്യാപരിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹോസ്പിറ്റലിൽ കഴിയുന്നവർ, നിരവധിയായ രോഗങ്ങളിൽ കഴിയുന്നവരെല്ലാം നമുക്കൊന്ന് ഓർക്കാം. നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മൾ കേട്ടറിഞ്ഞവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ,
ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, തൊണ്ടയിലുള്ള ചില രോഗങ്ങൾ, നാവിലെ ചില രോഗങ്ങൾ, മോണ സംബന്ധമായ രോഗങ്ങൾ, കവിളിലുള്ള ചില രോഗാവസ്ഥകൾ, മുഖത്തുള്ള ചില രോഗാവസ്ഥകൾ, അലർജി രോഗങ്ങൾ, സ്കിന്നിലുള്ള രോഗങ്ങൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, ഇതിലെല്ലാം കർത്താവിൻ്റെ കരുണ വെളിപ്പെടുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് മുട്ടിലുള്ള വേദന കർത്താവ് സുഖപ്പെടുന്നുണ്ട്. ശരീരത്തിലുള്ള നീർക്കെട്ടുകൾ, വേദനകൾ, തോൾപ്പലയ്ക്കുള്ളിലുള്ള വേദന, തോൾപ്പലകയിലുള്ള വേദന, പുറത്തുള്ള വേദന, മസിൽസിനുള്ള വേദനകൾ, ഇതെല്ലാം കർത്താവിൻ്റെ കരുണ വ്യാപരിക്കപ്പെടുന്നുണ്ട്, വെളിപ്പെടുന്നുണ്ട്. ശക്തി വെളിപ്പെടുന്നുണ്ട്. ദൈവശക്തി വെളിപ്പെടുക. പ്രാർത്ഥിച്ചേ. അങ്ങനെയുള്ള രോഗികൾ പ്രാർത്ഥിച്ചേ. പാദത്തിൻ്റെ മേലുള്ള നീർക്കെട്ടുകൾ, ലിവർ സംബന്ധമായ ചില രോഗങ്ങൾ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈശോ സുഖപ്പെടുത്തണേന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ശക്തി വെളിപ്പെടുകയാണ്. ഹോസ്പിറ്റലിൽ കഴിയുന്ന ഭവനങ്ങളിലായിരിക്കുന്നവർ, കിടപ്പ് രോഗികൾ, വാർദ്ധക്യസഹജമായ രോഗങ്ങളിൽ ആയിരിക്കുന്നവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. ഭവനരഹിതരായിട്ടുള്ളവർ, ഭവനമില്ല, വസ്തു ഇല്ലാത്തവർ, വീട് പണിയാനായിട്ട് വസ്തുക്കളില്ലാത്തവർ, ഒരു സെൻറ്റ് സ്ഥലം പോലും ഇല്ല, കർത്താവിൻ്റെ കരുണ ആ മേഖലയിലേക്കെല്ലാം വ്യാപരിക്കപ്പെടുന്നുണ്ട്. പഠിച്ചു പക്ഷേ ജോലിയില്ല, വേദനിക്കുന്ന മക്കളിലേക്ക് കർത്താവിൻ്റെ കരുണ വ്യാപരിക്കപ്പെടുന്നു. ഒത്തിരി കാലമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ശമ്പളത്തിൽ വർധനവില്ല, പ്രമോഷനില്ല. അങ്ങനെ വേദനിക്കുന്നവരെ ഈശോ ആശ്വസിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കരുണ അവരിലേക്ക് വ്യാപരിക്കപ്പെടുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് വലിയ സാമ്പത്തിക ക്രൈസിസിൽ, സാമ്പത്തിക കടബാധ്യതയിലായിരിക്കുന്നവരെ ഈശോ സൗഖ്യപ്പെടുത്തുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. മേഖലയിൽ നിന്ന് വിടുതൽ നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് എന്നോട് കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ച്, ഞാൻ പാപിയാണ്, അയോഗ്യനാണ്, കർത്താവിൻ്റെ അനുഗ്രഹമൊന്നും സ്വീകരിക്കാൻ ഞാൻ യോഗ്യനല്ല, എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. സദാധിപൻ പറഞ്ഞതുപോലെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഈശോയുടെ സാന്നിധ്യം വരുന്നുണ്ട്. ഈശോയുടെ ശക്തി വെളിപ്പെടുന്ന സമയമാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് മക്കളെ ഓർത്ത് കരയുന്നവർ, വേദനിക്കുന്നവർ, മക്കളുടെ ഭാവിയെ ഓർത്ത് വിഷമിക്കുന്നവർ, ഇവരൊക്കെ ഈശോ ആശ്വസിപ്പിക്കുന്നുണ്ട്, സൗഖ്യപ്പെടുത്തുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട്. മുഴുവനായിട്ട് കരങ്ങൾ ഉയർത്താൻ സാധിക്കാത്തവർ, അവർക്ക് കർത്താവ് വലിയ കെട്ടഴിച്ചു തരുന്നതായിട്ട് ഒരു സർമ്മ വെളിപ്പെടുന്നുണ്ട്. പ്രാർത്ഥിച്ച് കരങ്ങൾ പൂർണ്ണമായിട്ട് ഉയർത്താനായിട്ട് കർത്താവ് ശേഷി തരുന്നുണ്ട്. ആ കര ഉയർത്തിയ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് ചില കെട്ട് കാരണം, മനസ്സിൻ്റെ ചില കെട്ട് കാരണം കര ഉയർത്താൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർക്ക് കർത്താവ് സൗഖ്യം നൽകി കരം പൂർണ്ണമായിട്ട് ഉയർത്താനായിട്ട് ശേഷി തരുന്നുണ്ട്, ശക്തി തരുന്നുണ്ട്. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എനിക്ക് പറ്റുന്നുണ്ടോയെന്ന് ഇവിടെ ആയിരിക്കുന്നവർ ചിന്തിക്കുക. എനിക്ക് സാധിക്കുന്നുണ്ടോ? മുഴുവൻ കരം ഉയർത്താനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവ് എന്നോട് ശക്തി തരുന്നുണ്ട്. മോശ കരങ്ങൾ ഉയർത്തിയപ്പോഴാണ് ഇസ്രായേൽ ജനം അമലേക്കിലുള്ള യുദ്ധത്തിൽ ജയിച്ചു. മോശയുടെ കരം എപ്പോൾ താഴ്ന്നു അപ്പോഴെല്ലാം തോറ്റുകൊണ്ടിരുന്നു. ഇപ്പം കരം താഴ്ന്നിരുന്ന ഒരു തോൽവിയുടെ അടയാളമാണ്. കര ഉയരണം, സ്വർഗത്തോളം കര ഉയരണം, സ്വർഗീയമായ സാന്നിധ്യത്തോളം കരങ്ങൾ ഉയരണം. നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് മുട്ടുമേൽ നിന്നാലോ? എല്ലാവരും ഒന്ന് മുട്ടുമേൽ നിന്ന് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് മാക്സിമം സ്വരത്തില് ദൈവമായ കർത്താവിനെ നമുക്ക് ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ദൈവങ്ങളെയും സമർപ്പിക്കുന്നു. ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളെയും അവിടെ ദൈവങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ അൾത്താരയിൽ പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്നവര്, ഈ ആരാധന ഏറ്റെടുത്തെടുക്കുന്ന മക്കള്, അവരുടെ കുടുംബങ്ങള്, നിയോഗങ്ങള് എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഈശോയെ. അഭിഷേകത്തോടെ വിളിക്കാമോ? ഈശോയെ. സ്വരമുയർത്തി ശക്തിയോടെ വിളിക്കാമോ? ഈശോയെ. ഈശോ അനുഗ്രഹിക്കുന്ന സമയമാണ്. നമ്മുടെ ശുശ്രൂഷകരെ എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ധ്യാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിശ്വപിതാവിൻ്റെ തിരുനാളിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവസങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാം ഭംഗിയായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യവും ശക്തിയും ദൈവത്തിൻ്റെ മഹത്വവും ആ സാന്നിധ്യം എല്ലാ മനുഷ്യനും എല്ലാ മക്കളിലും അവൾ നിറയുവാനുണ്ട്. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷമുള്ള ശുശ്രൂഷകൾ അതെല്ലാം മനോഹരമായി തീരുവാനും, പെന്തക്കോസ്ത് തിരുനാൾ അത് വലിയ മനോഹരമായിട്ട് കർത്താവിൻ്റെ ആത്മാവിൻ്റെ വലിയ അഭിഷേകം നിറയപ്പെടുവാനും, അനേകം മക്കൾ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയ വരട്ടെ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരുങ്ങാം. നമുക്ക് പെന്തക്കോസ്ത് തിരുനാളിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി കർത്താവിൻ്റെ വലിയ കാരുണ്യത്തിനായിട്ട് നമുക്ക് നിമിഷ ദിവസന്നതിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. ഈശോയുടെ സാന്നിധ്യവും ശക്തിയൊക്കെ വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം.
ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂക്കണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ നമുക്ക് വിളിക്കാം. ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്, കണ്ണുനീരോടെ വിളിച്ച്, അനുതാപത്തോടെ വിളിച്ച് അനുഗ്രഹം പ്രാപിക്കുക. ഈശോയെന്ന് വിളിക്കുന്ന അന്ധനായ ബർത്തിമേയോസ് ഈശോയെന്ന് വിളിച്ചതുപോലെ ഇടതടവില്ലാതെ യേശുവേന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കണമേ, ഞാൻ വസിക്കുന്ന ഇടങ്ങളെയും ഞങ്ങളുടെ മക്കളെയും തലമുറകളെ എല്ലാം അനുഗ്രഹിച്ച് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണം. മക്കളില്ലാത്ത ദമ്പതികളെ ഈശോയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭവനരഹിതരായിട്ടുള്ളവരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഓരോ രോഗികളായിരിക്കുന്നവരെ സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച് കൃഷിയിടങ്ങളും അധ്വാന മേഖലയും ഫലസമ്പുഷ്ടമാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശോയെന്ന് ബിസിനസ് മേഖലയിൽ ചെയ്യുന്ന എല്ലാ ജോലികളും അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒറ്റ വിളി ഈശോയെന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി വിളിക്കുന്നു. വിവാഹ തടസ്സം മാറാൻ വേണ്ടി ഈശോയെന്ന് വിളിക്കുന്നു. മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഈശോയെന്ന് വിളിക്കുന്നു. ശിരസ് നമിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പ്രിയപ്പെട്ട താമസിച്ചുള്ള ധ്യാനം ഈ മാസം 18-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4:30 കുർബാനയോടെ ആരംഭിച്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അവസാനിക്കും. അതുപോലെ 40 മണി ആരാധന, അടുത്ത വെള്ളിയാഴ്ച ശുശ്രൂഷകൾ നിങ്ങൾ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണ് ശുശ്രൂഷകൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ടീസ് കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ആരാധന നിമിഷങ്ങൾ 40 മണി ആരാധന നിമിഷങ്ങളിൽ 12 മണി മുതൽ നമുക്കന്ന് പരിശുദ്ധ കുർബാനയില്ല. ആ ദിവസങ്ങളിൽ നമുക്ക് ആരാധന 12 മണി മുതൽ 1 മണി വരെയുള്ള 2 മണി വരെയുള്ള സമയങ്ങളിൽ നമ്മുടെ ആരാധന ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ 40 മണിക്കൂർ ആരാധനയാണ്. കഴിയുന്നത്ര ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ ദേവാലയത്തിൽ ആയിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലല്ല തവ കരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നേരത്തിലല്ല തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ